ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സാക്ഷിയുടെ പ്രോഗ്രാമിൽ കുറേ നാളുകളായി ഞാൻ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് മിഷണറി പ്രസ്ഥാനവും അവരുടെ സാമൂഹിക ഇടപെടലുകളുമൊക്കെ എങ്ങനെ എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെയാണ് കൂടുതലും സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾക്ക് അറിയാം, സാക്ഷി രണ്ട് മേഖലയിലും, ഒന്ന് ബിബിളിക്കലായിട്ടുള്ള വിഷയങ്ങളിൽ സമഗ്രമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചരിത്രവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നമ്മൾ കാര്യമായ രീതിയിലുള്ള സംഭാഷണങ്ങൾ, അതുപോലെ ഈ സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ ക്രൈസ്തവ സഭകൾക്കും അതുപോലെ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിനും എതിരായിട്ടൊക്കെ തെറ്റായിട്ടുള്ള കപട ചരിത്രങ്ങളൊക്കെ വരുന്നതിനെയൊക്കെ പ്രതിരോധിക്കുന്നു. അപ്പോൾ പലപ്പോഴും നമുക്ക് എല്ലാവരും ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ കേരളത്തിലൊക്കെ ജീവിക്കുകയാണ്. പക്ഷെ നമ്മൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്നും നമ്മളെ കുറേ മനുഷ്യന്മാർ കളിയാക്കുന്നുണ്ടെന്നും നമ്മുടെ പൂർവികരുടെ ഒരു ചരിത്രം വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ കുറേയധികം ആളുകൾ ഇടപെടുന്നു. അപ്പോൾ അതിനെ പ്രധാനമായും പ്രതിരോധിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്ന നിലയാണ് നമ്മൾ സാക്ഷിയെ കാണുന്നത്. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചുള്ള, ഞാനൊരു CSI സഭാംഗമാണ്. എന്നെ സംബന്ധിച്ചുള്ളൊരു വ്യക്തിപരമായൊരു ഇഷ്ടം അതാണ്. കാര്യം ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ അതിപ്പോൾ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി പഠിക്കാൻ ശ്രമിക്കുന്ന, ആധുനിക കേരളത്തെ സംബന്ധിച്ചുള്ളൊരു ചരിത്രം പഠിക്കാൻ ശ്രമിക്കുന്ന ആർക്കും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു നിമിഷങ്ങൾ സമ്മാനിച്ച വ്യക്തികളാണ് നമ്മുടെ മിഷണറി പ്രസ്ഥാനം എന്ന് പറയുന്നത്, പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം. അപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവരെന്തൊക്കെയോ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയ ആളുകളാണ്, നമ്മുടെ നാട് ആകെ നശിപ്പിക്കാൻ വന്നവരാണെന്നൊക്കെ പറഞ്ഞ ഒരു പറച്ചിലുകൾ സമീപ സമയങ്ങൾ, പ്രത്യേകിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മോദി സർക്കാരിൻ്റെ വരവിന് ശേഷമാണ് ഇത് കാര്യമായ രീതിയിൽ പറയുന്നത്. അപ്പം എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ പഠിക്കുന്ന സമയം പോലെ തന്നെ ഈ കേരളത്തിൻ്റെ ഒരു ചില ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മുടെ സമകാലിക പ്രസിദ്ധീകരണങ്ങൾ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും മലയാളത്തിലും മാധ്യമം പോലുള്ള വീക്കിലികളിലൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ, അപ്പോൾ ഇവർ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ വെക്കാറുണ്ട്. അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുന്നൊരു കാര്യം, ഈ സമയത്ത് ഈ RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് കേസരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലക്കം കേസരിക്കകത്ത് വന്നിരിക്കുന്നത് മിഷണറിമാർ ഇവിടെ എന്തോ വലിയ കുഴപ്പം, മതപരിവർത്തന അജണ്ട ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമമാണ് അവർ നടത്തിയത് എന്നൊക്കെ പറഞ്ഞ കണ്ടുപിടുത്തമാണ് അവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ അകത്തൊക്കെ എഴുതും, നമ്മൾ എഴുതുന്നത് ശ്രദ്ധിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതും നമ്മുടെ ഈ ചെറിയ കൂട്ടായ്മകളും അല്ലെങ്കിൽ നമ്മൾ പൊതു ഇടങ്ങളിൽ നിന്ന് മിഷണറി പ്രസ്ഥാനത്തെക്കുറിച്ചുമൊക്കെ പറയുന്നത് അവർ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ എൻ്റെ ഒരു കാര്യം, ഞാനീ പറഞ്ഞ പോലെ ഈ വീക്കിലിലൊക്കെ എഴുതിയപ്പം അതിനെതിരായിട്ട് അവർ എന്ത് ചെയ്യും, അവർ കേസരിയിലാണ് അതിനെക്കുറിച്ച് എഴുതുന്നത്. അപ്പോൾ അന്നേരം ഞാനിപ്പോഴും ഓർക്കണം, ആദ്യം വന്നത് ഇങ്ങനെ എല്ലാം കേരളത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും മിഷണറിമാരാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്ന ചില യുവ ചരിത്രകാരന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവന്മാരെ പോലെയുള്ളവരെ കൂവി ഇരുത്തേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇത്രേ ഉള്ളൂ, ഈ നമ്മുടെ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹിസ്റ്ററി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വളരെ മോശമായ രീതിയിൽ, അപ്പോൾ നമുക്ക് തന്നെ അറിയാം, വിചാരധാര എന്ന് പറയുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം, അല്ലെങ്കിൽ അവരുടെ ഒരു ബൈബിൾ എന്ന നിലയിൽ അവർ കാണുന്ന ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ അകത്ത് അവർ കൃത്യമായി പറയുന്നൊരു കാര്യമാണ്, ക്രിസ്ത്യാനികളെ, കമ്മ്യൂണിസ്റ്റുകാരെ, മുസ്ലിങ്ങളെ, ഇവർ മൂന്നുപേരുമാണ് ഇന്ത്യയുടെ ശത്രുക്കൾ എന്നവർ വളരെ വ്യക്തമായി അതിൻ്റെ അകത്ത് തന്നെ എഴുതി വച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ ഇതിനെതിരായിട്ട് പല പ്രവർത്തനങ്ങൾ, ഇപ്പോൾ അവരുടെ വാർഷികം വരാൻ പോവുകയാണ് ഈ അടുത്ത ആഴ്ച തന്നെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പ്രതിസന്ധിയുടെ മധ്യത്തിലാണ് നമ്മൾ പല രീതിയിൽ പല ആളുകൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചെറിയ കൂട്ടായ്മകൾ പോലും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആരായിരുന്നു, എന്തായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വന്നത്, എല്ലാവർക്കും എങ്ങനെയാണ് ഒരേപോലെ ഒരു സ്ഥലത്ത് ഇരിക്കാൻ സാധിച്ചത്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചില മാറ്റങ്ങൾക്ക് കാരണക്കാരായ മിഷണറിമാരുടെ പങ്ക് എന്ത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ സ്വാഭാവികമായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സാക്ഷി ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു മെഡിക്കൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ ഒരു അല്ലെങ്കിൽ മിഷണറി പ്രസ്ഥാനം എങ്ങനെയാണ് ഒരു ആധുനിക വൈദ്യസഹായ രംഗത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇത് വളരെ കാര്യമായ രീതിയിൽ അന്വേഷിക്കപ്പെട്ട, അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം പഠിക്കുന്ന ആളുകൾ നിരവധി മേഖലകളിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ട്. നമ്മൾ ലോകമെമ്പാടും, ഇപ്പോൾ കേവലമായി നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല,
നിങ്ങളൊരു ആഫ്രിക്കയുടെ ചരിത്രം പരിശോധിക്കാൻ പോയാലും ലാറ്റിൻ അമേരിക്കയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റ് പല മേഖലകളുടെ ഹിസ്റ്ററി പരിശോധിച്ചാലും അവിടെയെല്ലാം നമുക്ക് ഈ മിഷണറി പ്രവർത്തകരെ കാണാൻ സാധിക്കും. അവരുടെ ഈ ആതുര സേവന രംഗത്തെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ലോകത്തിൻ്റെ ഒരു ചരിത്രം സാധ്യമല്ല. അത് ഏതൊരു പ്രദേശത്ത് പോയാലും, അത് ഈ കൊളോണിയലിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണവും അല്ലെങ്കിൽ യൂറോപ്പിലുള്ള പല രാജ്യങ്ങളുമൊക്കെയാണ് ഇത്തരത്തിലുള്ള മറ്റ് രാജ്യങ്ങളെ കീഴടക്കി ഒക്കെയാണ് അവർ നടത്തിയത് എങ്കിൽ തന്നെയും അവരുടെ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, അവരുടെ സാമൂഹ്യ സേവന രംഗത്ത്. അപ്പോൾ ഇതിനെ ആളുകൾ പല രീതിയിലാണ് പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് ഇവർ ഈ മിഷണറി പ്രവർത്തകരായിട്ട് വന്ന ആളുകളും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഭരണത്തിനും കച്ചവടത്തിനും നമ്മളെ സാമ്പത്തികപരമായി ചൂഷണം ചെയ്യുന്നതിനൊക്കെ വന്ന മനുഷ്യന്മാർ എന്തിനാണ് ഇവിടെ ഈ മരുന്നും ഇത്തരത്തിലുള്ള ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തിയത്? എന്തായിരുന്നു അവരുടെ ഉദ്ദേശം? ഇതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ അതിൽ ചില ഹിസ്റ്റോറിയന്മാർ നിരീക്ഷിച്ചു, അവർ ഇത്തരത്തിലുള്ള ഈ പുതിയ ആധുനിക ഹോസ്പിറ്റൽ സംവിധാനങ്ങളും മരുന്നുകളും വാക്സിനേഷനും ഹോസ്പിറ്റലുകൾ റൂമുകളെക്കുറിച്ചുമൊക്കെ ഉള്ള ആലോചനകളുമൊക്കെ മുൻപോട്ട് വെച്ചത് ഈ അവർ കീഴടക്കിയ ദേശത്തെ മനുഷ്യരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയായിരുന്നു എന്ന ഒരു നിരീക്ഷണമാണ് ചില ആളുകൾ വെച്ച്. അതായത് മരുന്നും ഈ ഇത്തരത്തിലുള്ള ഫെസിലിറ്റീസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇമാതിരി പ്രവർത്തനങ്ങൾ മനുഷ്യരെല്ലാം ഭയന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്, രോഗങ്ങൾ, മരണം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിനെ നമുക്കൊന്ന് പിടിച്ചു നിർത്താൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും ഇവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്ന ഒരു നിരീക്ഷണമാണ് ചില ആളുകൾ മുൻപോട്ട്. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു അങ്ങനെയല്ല, അതിനെ നമ്മൾ സൂക്ഷ്മമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരു കാര്യം കാണാം. ഈ മിഷണറിമാരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ബൈബിൾ സംബന്ധമായിട്ടുള്ള വാക്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത മനുഷ്യന്മാരൊക്കെയാണ്. അവർക്ക് മനുഷ്യരോടൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്ന് വേറെ ചില കൂട്ടർ പറഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ നേരെ വിരുദ്ധമായിട്ട് വേറെ ചില ആളുകൾ വന്ന് പറയുകയാണ്, ഈ അങ്ങനൊന്നുമല്ല, മിഷണറിമാർ ഈ പരിപാടി ചെയ്തതിൻ്റെ കാരണം അവർക്ക് രോഗം വരാതിരിക്കണം. അപ്പോൾ അവർ ഒരു രോഗമുള്ള ഏതെങ്കിലും ഒരു ആദിവാസികളുടെ ഇടങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വളരെ ഈസി ആയിട്ട് അവിടെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സുരക്ഷിതമായ ഒരു സ്പേസ് ആയിരിക്കണം. അവർക്കും രോഗങ്ങൾ പടർന്നു പിടിക്കാൻ പാടില്ല, അവർക്ക് രോഗങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാരണത്താലാണ് ഇവർ വാക്സിനേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയുന്ന വേറെ ചില കൂട്ടരുമുണ്ട്. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഡിബേറ്റ് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണെന്ന് മാത്രമാണ് പറയുന്നത്. അപ്പം ഇത് അതായത് കൊളോണിയൽ പീരീഡിൽ എങ്ങനെയാണ് മെഡിസിൻ മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച ഒരു വലിയ ഗവേഷണങ്ങൾ നടക്കുന്നു. ഒരുപാട് ശ്രദ്ധേയരായിട്ടുള്ള, ഇപ്പോൾ ബട്ടൺ പീറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയനുണ്ട്, ഡേവിഡ് അർണോൾഡ് എന്ന് പറഞ്ഞ വലിയ ഒരു പണ്ഡിതനായിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെ നിരവധി ആളുകൾ ഈ ഒരു മേഖലയിൽ കൊളോണിയൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ ചില കോഴ്സുകളൊക്കെ തന്നെ നമുക്ക് പഠിക്കാനൊക്കെ തന്നെ ഉണ്ട്, ഹിസ്റ്ററി സ്റ്റുഡൻസിനൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് കുറേയും കൂടെ ആഴത്തിൽ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേനും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ കുഴപ്പം പിടിച്ചതാണ്. ഈ സാധാരണ ഒരു ലെവലിൽ നിന്നുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു കാരണം, നമ്മുടെ നാട്ടിലൊരു വലിയൊരു പ്രശ്നമുണ്ട്, ഇന്നുമുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജാതി എന്ന് പറയുന്ന ഒരു പ്രശ്നം. അപ്പോൾ ജാതി പ്രശ്നം കാരണം മനുഷ്യർ ഒരു പ്രത്യേക രീതിയിൽ ഒരു ജീവിതക്രമത്തിലായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിപ്പോൾ രോഗം വന്നാലും വൈദ്യത്തിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാൽ എവിടെ നോക്കിയാലും നമുക്ക് ജാതിയെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നമുക്ക് പരിഗണിക്കാതെ നമുക്ക് ഇതിലേക്കൊന്നും അടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആളുകൾക്കിടയിൽ, അത് ഏതൊരു സമൂഹത്തിനെയും പോലെ തന്നെ അവരുടേതായിട്ടുള്ള ഒരു ചികിത്സാ സംവിധാനങ്ങൾ അവർ തുടങ്ങി വരുന്നുണ്ട്. ഇപ്പം ആയുർവേദം പോലുള്ളതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ പല പല വിഭാഗം അല്ലെങ്കിൽ പലതല പ്രദേശങ്ങളിലുണ്ടായിരുന്ന ചികിത്സകളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവന്ന ഒരു പദ്ധതിയായിട്ടാണ് ആയുർവേദത്തെ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഓരോ ചികിത്സാ രീതികളുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തെങ്ങ് കയറുന്ന ഒരാൾക്കാണ് തെങ്ങിൽ നിന്ന് താഴെ വീഴുന്ന അല്ലെങ്കിൽ അസ്ഥി ഒടിയുമ്പം അതിനെ എങ്ങനെ വെക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ കാട്ടിൽ പോയി പണിയെടുക്കുന്ന മനുഷ്യർക്കാണ് പാമ്പ് കടിയേറ്റാലുള്ള മരുന്നിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ തൊഴിലുമായി ബന്ധപ്പെട്ട അപകടങ്ങളെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അറിവ് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടായിരിക്കും. അപ്പം ഇതൊരു വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയായിരുന്നു ഈ വൈദ്യത്തെക്കുറിച്ചുള്ളൊരു അറിവ്. ഇപ്പം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ പറയുന്നത്, ഈ ശ്രീനാരായണ ഗുരു ഒരു പ്രധാനപ്പെട്ട ഫിഗറായി മാറുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിന് കുറേയധികം ഫോളോവേഴ്സ് ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ശ്രീനാരായണ ഗുരു ഒരു വൈദ്യനായിരുന്നു എന്നുള്ളൊരു കാരണമാണ് പറയുന്നത്. അപ്പോൾ ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കഥകളുമൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഐതിഹ്യമാല, കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയൊക്കെ പരിശോധിച്ചാലും അതിൻ്റെ അകത്തൊക്കെ നമ്മൾക്ക് ഭയങ്കര കൗതുകം തോന്നും രസം തോന്നുമായിട്ടുള്ള കഥകളുണ്ട്. ഇപ്പോൾ ഈ സമീപ സമയത്ത് ചില മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിലാണ് പ്ലാസ്റ്റിക് സർജറി വന്നത് എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളൊക്കെ ഈ ഗണപതിയുടെ ഇത് വെച്ചിട്ട് പറയുന്ന പല വിഡ്ഢി കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമത് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ആയുർവേദത്തെക്കുറിച്ച് അവർ വലിയ പഴക്കം പറഞ്ഞു, നൂറ്റാണ്ടുകൾ നീണ്ടു നിന്ന
സംഭവങ്ങളൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാലും ഒരു ആയുർവേദത്തിനും അല്ലെങ്കിൽ ആയുർവേദത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പകർച്ചവ്യാധിയെ പിടിച്ചു നിർത്തി എന്ന് പറയുന്ന ഒരു തെളിവ് പോലും നമുക്ക് മുൻപിലില്ല. അല്ലെങ്കിൽ ഇവരുടെ ഒരു ചികിത്സാ രീതിയിലൂടെ വലിയൊരു മലമ്പനിയെ കീഴടക്കി അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് വന്ന വലിയ ഒരു രോഗത്തെ, ഇപ്പം നമുക്ക് പണ്ടത്തെ കാലത്തറിയാം, ഒരു രോഗം വന്ന ആ ഗ്രാമം ഒന്നടങ്കം ഇല്ലാതായി പോകുന്ന പല സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉയർന്നു വരുന്ന വലിയൊരു രോഗത്തിനെ പിടിച്ചു നിർത്തിയ ഒരു ചികിത്സാ സമ്പ്രദായത്തെക്കുറിച്ച് നമ്മൾ നാട്ടിൽ, അതായത് ഈ യൂറോപ്പിൽ നിന്നും മരുന്ന് വരുന്നതിന് മുൻപ് ഒരു കൂട്ടം മനുഷ്യരുടെ രോഗം ഭേദമാക്കിയ ഒരു അറിവ് നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഒരു ചികിത്സാ രീതിയും വളരെ കൗതുകകരമായിരുന്നു. നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ ചികിത്സിക്കുന്നത് ഈ ഒരു ജാതി മറ്റൊരു ജാതിക്കാരനെ തൊടാൻ മേലാത്ത സാഹചര്യമായതുകൊണ്ട് ഈ ഉയർന്ന ജാതിക്കാർ, പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ആയിരുന്നു കൂടുതൽ വൈദ്യൻ മേഖലയിലൊക്കെ നിന്നിരുന്നത്. അപ്പോൾ അവർ വേറെ ആളുകളുടെ, ഇപ്പോൾ ഒരു നായരുടെയോ നമ്പൂതിരിയുടെയൊക്കെ വീട്ടിൽ ചികിത്സിക്കാൻ പോവുകയാണെങ്കിൽ ഈ രോഗിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടും. ചരട് കെട്ടിയിട്ട് രോഗി വീടിനുള്ളിൽ കിടക്കുകയാണ്. ചരട് വീടിൻ്റെ ജനാലക്കൂടെ അല്ലെങ്കിൽ വാതിലിനത്ര വെളിയിലേക്ക് ഇടുന്നു. അപ്പോൾ വൈദ്യൻ വെളിയിൽ നിന്നിട്ട് അതിൻ്റെ ചരടെ പിടിച്ചിട്ട് നോക്കുകയാണ്. അതേ നോക്കിയിട്ടാണ് മരുന്ന് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇവരെ കളിയാക്കാനുമൊക്കെ പലപ്പോഴും ശ്രമിക്കാറൊക്കെയുണ്ട്. ഇപ്പോൾ അതിലൊരു ശ്രദ്ധേയനായിട്ടൊരു വൈദ്യനാണ്, ഒരു കുഞ്ഞുമാമി വൈദ്യൻ എന്ന് പറഞ്ഞൊരു വൈദ്യനുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. 1900 ഒരു കഥയായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരുടെയാണ് ഈ നമ്മുടെ ഈ ചന്ദ്രിക സോപ്പൊക്കെ ആ ഒരു ഫാമിലിക്കാരുടെയൊക്കെ. അപ്പോൾ അവർ ഭയങ്കര പ്രഗത്ഭരായിട്ടുള്ള വൈദ്യന്മാരാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കളിയാക്കാനും ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. അപ്പം അവിടെ ഒരു വലിയൊരു നമ്പൂതിരി കുടുംബത്തിലെ ഒരാൾക്ക് രോഗം വന്ന് ആകെ കുഴപ്പമായി മരണം നേരിടുമെന്നുള്ളൊരു അവസ്ഥയിലൊക്കെ വന്നപ്പോഴത്തേന് അവരുടെ വീട്ടിലല്ല പറമ്പിൽ പണിയെടുക്കുന്ന കുടിയാന്മാരിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു വൈദ്യനുണ്ട്, നല്ലൊരു വൈദ്യനാണ്, കേമനാണെന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വിളിക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ വിളിക്കാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ നല്ലതാണോ കഴിവുള്ള ആളാണോ അല്ലയോ എന്നറിയണം എന്നുള്ളതിന് ഇദ്ദേഹത്തെ കൊണ്ടുവന്നു, ഈ കുഞ്ഞുമാമി വൈദ്യനെ കൊണ്ടുവന്നു. കുഞ്ഞുമാമി വൈദ്യനെ കൊണ്ടുവന്നിട്ട് ഈ നമ്പൂതിരി കുടുംബക്കാർ ചെയ്തത്, അകത്ത് ഈ രോഗിയെ കാണുന്നില്ല, രോഗി ഒരിക്കലും കാണാതെയാണ് ഇവർ ചികിത്സിക്കുന്നത്. ഈ ചരടെ കെട്ടിയിട്ടാണ്, ചരടെ പിടിച്ച് നോക്കിയിട്ടാണ് ചികിത്സ. അപ്പോൾ ഈ വൈദ്യൻ കഴിവുള്ള ആളാണെന്ന് അറിയാൻ വേണ്ടി ഇവർ കട്ടിലിൻ്റെ കാലെ കൊണ്ട് കയറ് കെട്ടി, നൂല് കെട്ടിയിട്ട് ഈ നൂല് നേരെ വെളിയിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ കുഞ്ഞുമാമി വൈദ്യൻ കുറേ അകലെയെന്ന് അദ്ദേഹം വലിയ കാര്യത്തിൽ വന്നു. അപ്പോൾ ചരടെ പിടിച്ച് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ആൾ മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഇവർക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പം കാര്യം കട്ടിലിൻ്റെ കാലിലാണ് ഇത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ രോഗിയുടെ കയ്യേലോക്കി പിന്നെ ചരട് കെട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ഇതെല്ലാം കഥകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ചില വൈദ്യന്മാരെ കളിയാക്കാൻ വേണ്ടി ഈ പശുവിൻ്റെ കാലെ കൊണ്ട് ചരട് കെട്ടിയിട്ട് കൊടുത്തു. അപ്പം ചരടെ പിടിച്ചിട്ട് ഈ വൈദ്യൻ പറഞ്ഞു 3 വട്ടം കറക്കുന്നത് 2 വട്ടമാക്കി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ചില കഥകളൊക്കെ, അപ്പോൾ ഇവരെല്ലാം ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലുള്ള കഥകളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഐതിഹ്യമാലയ്ക്കകത്ത്, അതായത് ഇവർ പറയുന്ന കഥകൾ അതങ്ങ് സ്ഥാപിച്ചെടുക്കുന്ന രീതിയിലുള്ള, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ആലത്തൂർ നമ്പി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ കഥയിൽ വരുന്നതാണ്. അപ്പോൾ നമ്പൂതിരിക്ക് ഭയങ്കര രോഗം വന്നു, ഒരു സ്കിൻ ഡിസീസാണ് വന്നത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ വൈദ്യൻ പറഞ്ഞു പെരുമ്പാമ്പിൻ്റെ നെയ്യ് കഴിക്കണം, പാമ്പിൻ്റെ നെയ്യ് അകത്തേക്ക് ചെല്ലാതെ ഈ രോഗം മാറത്തില്ല, അതല്ലാതെ വേറൊരു വഴിയില്ല, വേറെ നിങ്ങൾ ഈ ലോകത്തിൽ ഏത് വൈദ്യൻ്റെ അടുത്ത് പോയാലും ഈ പാമ്പിൻ്റെ നെയ്യ് കഴിക്കാതെ നിങ്ങളുടെ രോഗം സൗഖ്യമാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്പൂതിരിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ കാര്യം ഈ പാമ്പിൻ്റെയും ഇതിനൊന്നും നെയ്യോ അല്ലെങ്കിൽ ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ഇവർക്ക്. അപ്പോൾ അങ്ങനെ പുള്ളി ആകെ നിരാശനായി ഈ ചമ്രവട്ടം എന്ന് പറഞ്ഞ സ്ഥലം, നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടുത്തെ ഒരു അമ്പലത്തിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നു. അവിടെ ഇരുന്ന് പുള്ളി ആകെ ദുഃഖിതനായിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ പുള്ളി ഏക്കാലും രോഗം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗതിയുമില്ല. എന്നാൽ അമ്പലക്കുളത്തിലൊക്കെ ഇറങ്ങി കുളിച്ചിട്ട് ഇവിടെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് കൂടാം എന്നൊക്കെ ഉള്ള രീതിയിൽ അദ്ദേഹം ഡെയിലി രാവിലെ പോകുന്നു, അമ്പലക്കുളത്തിലിറങ്ങി കുളിക്കുന്നു, കുറച്ച് വെള്ളമൊക്കെ കുടിക്കുന്നു, തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പതിയെ നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ രോഗം, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ രോഗം ഇങ്ങനെ സൗഖ്യമായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര അത്ഭുതം. അങ്ങനെ പുള്ളി ഈ പ്രാർത്ഥനയും ഈ വെള്ളത്തിലിറങ്ങി കുളിക്കുന്നതും വെള്ളം കുടിക്കുന്നതുമായിട്ടുള്ള ശീലം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ 10-30 ദിവസം കഴിഞ്ഞപ്പോൾ, 1 മാസം കഴിഞ്ഞപ്പം പുള്ളി പരിപൂർണ്ണ ആരോഗ്യവാനായി പുള്ളി നേരെ വൈദ്യൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളല്ലേ പറഞ്ഞത് ഈ പാമ്പിൻ്റെ നെയ്യ് കഴിച്ചാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട്, ഇത് കണ്ടോ എൻ്റെ കൈയും എല്ലാ ശരീരവും എല്ലാം റെഡിയായി എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ വൈദ്യൻ തർക്കിച്ചു. വൈദ്യൻ പറഞ്ഞു നിങ്ങൾ ഏത് കുളത്തിൽ നിന്നാണ് വെള്ളം കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ ഉടനെ ഇന്ന കുളമാണെന്ന് പറഞ്ഞു, അമ്പലക്കുളമാണെന്ന് പറഞ്ഞു.
അപ്പോൾ അമ്പലക്കുളത്തിൻ്റെ അടുത്ത് ചെന്ന്, അപ്പോൾ അമ്പലക്കുളത്തിൻ്റെ ചുറ്റിനും ഇവിടെ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും അതിൻ്റെ അകത്ത് അതിൻ്റെ സൈഡിൽ ഒരു പെരുമ്പാമ്പ് ചത്ത് ചീനി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പാമ്പ് അവിടെ കിടന്നുകൊണ്ട് അതിൻ്റെ നെയ്യ് കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇതേ കഥ തന്നെ ഈ കുഞ്ഞുമാമി വൈദ്യരുടെ ജീവിതത്തിലും പറയുന്നുണ്ട് ഇവർ. അത് പെരുമ്പാമ്പ് എന്നുള്ളത് മലമ്പാമ്പാവുന്നു, രോഗിയുടെ പേര് വേറൊന്നാവുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കഥകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ആയുർവേദത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ പറയുമ്പോൾ ഭയങ്കര രസമൊക്കെ തോന്നുന്ന കഥകളൊക്കെയാണ്. ഐതിഹ്യമാലയിൽ നിരവധി കഥകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കഥകൾ നമ്മളിങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആളുകളും സ്ഥലങ്ങളും മാറുന്നു, തീമുകൾ ഒരേ രീതിക്കൊക്കെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുൻപിലുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങൾ നമുക്ക് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം കഥകൾക്കകത്തൊന്നും തന്നെ നമുക്കൊരു താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യരുടെ ഒരു അനുഭവങ്ങളും നമുക്കില്ല. അല്ലെങ്കിൽ അവർ ഈ വക വൈദ്യസഹായം ലഭിച്ചു, അല്ലെങ്കിൽ അവർക്ക് ചില ചികിത്സകൾ കിട്ടി തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊന്നുമില്ല. പിന്നീട് നമ്മൾ കേരളത്തിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു ചരിത്രത്തിലും അല്ലെങ്കിൽ ചരിത്ര രേഖകളിലും ഇത്തരത്തിൽ രോഗങ്ങൾ മാറിയതിൻ്റെ ഒരു ചരിത്രം നമ്മൾ കാണുന്നില്ല, ഒരു തെളിവും നമുക്കില്ല. പക്ഷേ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇങ്ങനെ ആയുർവേദം വന്നു, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ചികിത്സയിലൂടെ പല പല സംഭവങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ, അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന പറച്ചിലുകളല്ലാതെ നമുക്കൊരു തെളിവ് നമുക്ക് വെക്കാൻ ഇല്ല, അല്ലെങ്കിൽ ഇവർക്കൊരു തെളിവും മുൻപോട്ട് വെക്കാനില്ല. അപ്പോൾ ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയായിരുന്നു ഈ ആളുകളെ സംബന്ധിച്ച്. ഈ അന്ന് വരെ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മിഷണറി പ്രസ്ഥാനത്തെയൊക്കെ നമ്മൾ പഠിക്കുമ്പം, അപ്പോൾ നമ്മളിതിന് കൊളോണിയൽ ആധുനികത എന്ന് പറഞ്ഞൊരു സങ്കല്പമൊക്കെ ഉപയോഗിച്ചേക്കാണ് നിരീക്ഷിക്കുന്നത്. അപ്പോൾ അവർ ഇവിടെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന്, ഈ അന്ന് വരെ മനുഷ്യരുടെ ഒരു പ്രധാനപ്പെട്ട സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു രോഗം വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്തായിരിക്കും? പിശാചാണ് കാരണം. അപ്പോൾ ആ പിശാചിൻ്റെ സ്ഥാനത്ത് ഒരു വൈറസ് വരിക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമായിട്ട് നമ്മൾ കാണും. വിദ്യാഭ്യാസവും ഈ വൈറസിൻ്റെ അല്ലെങ്കിൽ രോഗത്തിന് ഇങ്ങനെ ചില കാരണങ്ങളുണ്ടായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു നിരീക്ഷണം വരുന്ന ഒരു നിമിഷത്തിലാണ് മൊത്തത്തിൽ ആളുകൾ മാറി മറി. അപ്പം ഈ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയൊക്കെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പം ഈ കൊച്ചിയിലാണ് ആദ്യമായിട്ട് ചില ആശുപത്രി എന്നുള്ളൊരു സങ്കല്പമൊക്കെ നമ്മൾ കാണുന്നത്. സ്വാഭാവികമായിട്ടും അത് പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ ഇവിടെ വന്ന സെറ്റിൽ ചെയ്ത സ്ഥലങ്ങളാണ്. പ്രത്യേകിച്ച് പള്ളിപ്പുറം പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ആദ്യമായിട്ട് ഈ ഡച്ചുകാരുടെ സമയത്ത് ചില ഹോസ്പിറ്റലുകളൊക്കെ, കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള ആശുപത്രികളൊക്കെ അവർ നിർമ്മിക്കും. അപ്പം അതിനുശേഷം അതിനൊരു തുടർച്ചയൊന്നുമില്ല, കുറച്ച് നാളൊക്കെ അത് പ്രവർത്തിച്ചു. അതിനുശേഷം പിന്നെ ബ്രിട്ടീഷ് ഭരണ സമയത്തൊക്കെ തന്നെയാണ് 1918 മുതലൊക്കെ എറണാകുളത്ത് ആശുപത്രികളൊക്കെ വരുന്നത്. 48-ലാണ് ഈ ഇന്നത്തെ നമ്മൾ ജനറൽ ഹോസ്പിറ്റലൊക്കെ വരുന്നതിൻ്റെ ആദ്യത്തെ രൂപം അവിടെയൊക്കെയാണ്. അപ്പം എന്തായാലും ഇവിടെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഈ പല ആളുകൾ, ഇപ്പോൾ രോഗങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കിയാലും സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ കൊറോണയുടെ ഒരു വരവ്, കോവിഡ് നമുക്ക് വന്നത് നമ്മൾ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്താണ്, ചൈനയിൽ നിന്ന് ഈ സാധനം ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയായിരുന്നു ഓരോ ദേശങ്ങളിലും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ചരിത്രമാണെങ്കിലും ആഫ്രിക്കയുടെ ചരിത്രമൊക്കെ ആണെങ്കിലും ഈ അന്ന് ഈ കടൽ കടന്നു പോകുന്ന മനുഷ്യന്മാരിലൂടെ തന്നെയായിരുന്നു ഈ രോഗങ്ങളും പകർന്നു പോയിക്കൊണ്ട്. പ്രത്യേകിച്ച് സെക്ഷൽ ഡിസീസുകളൊക്കെ വ്യാപകമായ രീതിയിലൊക്കെ പ്രചരിക്കുന്നതൊക്കെ ആ ഒരു പീരീഡുകളിലൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ രോഗങ്ങൾ വളരെ കൂടി വരുന്നു. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ആളുകൾ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുകയും മരുന്നുകളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണ്, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ മിഷണറി പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലാണ് ആദ്യം വരുന്നത്, തെക്കൻ കേരളത്തിലേക്ക് വരുന്നു. ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു മിഷൻ സംഘം 1806 വരുന്നു. അവരാണ്ട് കന്യാകുമാരി മുതൽ ഏനാത്ത് അല്ലെങ്കിൽ കല്ലടയാറ് വരെ ഉള്ള സ്ഥലത്താണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കല്ലടയാറ് മുതൽ ഭാരതപ്പുഴ വരെ വരുന്ന പ്രദേശത്ത് നമ്മുടെ ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞ മിഷൻ സംഘം കൊച്ചി, തിരുവിതാംകൂറും വരുന്ന രാജ്യങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഭാരതപ്പുഴയ്ക്ക് അപ്പുറത്തേക്ക് നമ്മുടെ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ എന്ന് പറഞ്ഞ ഒരു മിഷൻ സംഘവും പ്രവർത്തിക്കും. പിന്നീട് നിരവധി ചെറിയ ചെറിയ മിഷണറിമാരുണ്ട്. ഇപ്പം മിഷൻ സംഘങ്ങളുണ്ട്, ഏതാണ്ട് 1 ഡസനോളം മിഷണറിമാർ കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ സാൽവേഷൻ ആർമി, ബ്രദറൻ സഭയുടെ വരുന്നു, പ്ലിമിത്ത് ബ്രദറൻ വരുന്നു, ലൂതറൻ ബാപ്റ്റിസ്റ്റ് മിഷൻ, സെവൻത് ഡേ വരുന്നുണ്ട്, കുക്കു സാഹിബിൻ്റെ വരുന്നുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള 1 ഡസനോളം സുവിശേഷ പ്രവർത്തകർ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു പ്രധാന ഒരു മിഷൻ മേഖല തന്നെയായിരുന്നു. ഈ കേരളം അല്ലെങ്കിൽ തിരുവിതാംകൂറിനെ കുറിച്ചൊക്കെ പറയുന്നത് ഒരു ഹാപ്പി ഹണ്ടിങ് ഗ്രൗണ്ട് എന്നാണ് അവർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ആ രീതിക്ക് കുറേ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ സമഗ്രമായൊരു മാറ്റം തന്നെയാണ് ആ ഒരു പീരീഡിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ അത് നമ്മുടെ ഒരു സങ്കല്പത്തിൽ കിടക്കുന്നത് സ്വാഭാവികമായിട്ടും ഏറ്റവും താഴെത്തട്ടിലുള്ള കുറേ മനുഷ്യരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, അവർക്കിടയിൽ എന്തോ ഒരു മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു രീതിയല്ല, നമ്മുടെ കേരളത്തിൻ്റെ മൊത്തം ജാതി വിഭാഗങ്ങളെയും പരിഷ്കരിച്ച ഒരു നിമിഷം ഈ പ്രൊട്ടസ്റ്റൻ്റ് മിഷണറിമാരുടെ വരവിനും അവരുടെ പള്ളിക്കൂടങ്ങൾ വന്നതിനും ശേഷം മാത്രം. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ ഈ നമ്മുടെ മലയാളത്തിൽ എഴുതപ്പെട്ട ആദ്യത്തെ ക്രൈസ്തവ ഗാനം ഏതായിരിക്കും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മലയാളത്തിലെ ആദ്യ ക്രൈസ്തവ ഗാനം എന്ന നിലയിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ക്രൈസ്തവ ഗാനങ്ങൾ എഴുതിയ ഒരു വ്യക്തിയുടെ പേര് നമുക്ക് പറയാൻ പറ്റുമോ?
എനിക്കും അറിയത്തില്ല, നമുക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം വെച്ചാൽ അങ്ങനെ ഒരു പാട്ടെഴുത്തില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യാനിറ്റി ഇവിടെയുണ്ട്, യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. യൂറോപ്പിലും അല്ലെങ്കിൽ മറ്റു പല പ്രധാനപ്പെട്ട ദേശങ്ങളിൽ ക്രിസ്തുമതം ചെല്ലുന്നതിന് മുൻപ് തന്നെ നമ്മുടെ നാട്ടിൽ ക്രിസ്തുമതം വന്നിട്ടുണ്ട്. നിരവധി തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഒരാൾ മാത്രം ഇവിടെ ഇല്ലായിരുന്നു, ക്രിസ്തു ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ ബാക്കി സഭകളെ ബാക്കി മതങ്ങളെയൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൽ, ഇപ്പോൾ എഴുത്തച്ഛനെ നമ്മൾ പരിശോധിക്കുന്നു, ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട രീതിയിൽ അദ്ദേഹം എഴുത്തച്ഛൻ അവരുടെ ദൈവത്തെ സ്തുതിക്കുന്നതും മറ്റു പല കീർത്തനങ്ങളും രാഗങ്ങളും ഒക്കെ എഴുതുന്നത് കാണുന്നു. അല്ലെങ്കിൽ പൂന്താനത്തിൻ്റെ കവിതകൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അറബി മലയാളം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പല രീതികൾ പാടാനും എഴുതാനും, അതായത് ഒരു 15-16 നൂറ്റാണ്ടിലൊക്കെ ഈ അവരുടെ ദൈവം എന്താണോ അല്ലെങ്കിൽ അവരുടെ ദൈവിക സങ്കല്പം എന്താണോ അതിനെ സ്തുതിച്ചുകൊണ്ടുള്ള കീർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. പക്ഷെ നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നു കഴിയുമ്പോൾ അങ്ങനത്തെ ഒരു പാട്ട്, ഇപ്പോൾ റംബാൻ പാട്ട് പോലുള്ള ചില പാട്ടുകളൊക്കെ നമ്മൾ കാണുന്നുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം ചില പെർഫോമൻസിൻ്റെ ലെവലിൽ നിന്നുകൊണ്ടുള്ള ചവിട്ട് നാടകങ്ങളും അങ്ങനത്തെ ചില പാട്ടുകളൊക്കെ അല്ലാതെ ക്രിസ്തു എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു സ്തുതി ഗീതങ്ങളൊന്നും തന്നെ നമ്മൾ കാണുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും ബൈബിളിൻ്റെ പരിഭാഷകൾ കാണുന്നില്ല, അല്ലെങ്കിൽ വ്യക്തികളെ നമ്മൾ കാണുന്നില്ല. ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ഫാമിലി ചരിത്രങ്ങളൊക്കെ ഇപ്പോൾ സമീപ സമയത്ത് വളരെ സജീവമായി എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ അത് സെൻറ്റ് തോമസ് വരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരും കൂടുതലും ബ്രാഹ്മണരെ കൺവേർട്ട് ചെയ്തു എന്നുള്ളൊരു കഥയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ഒരൊറ്റ ചാട്ടമാണ് നേരെ 19-ാം നൂറ്റാണ്ടിൽ. ഇതിനിടയ്ക്ക് ഒരു മനുഷ്യനെ ആർക്കും വെക്കാൻ പറ്റത്തില്ല. കാര്യം ഒരാളെ പോലും പേരില്ല. അതായത് ചില രേഖകളിലുണ്ട്, നമ്മൾ കാണുന്നുണ്ട് പലതരത്തിലുള്ള കച്ചവട ഇടങ്ങളിൽ ഇടപെട്ട ചരിത്ര രേഖകളൊക്കെ ഉണ്ട്. പലതരം പറയാൻ പറ്റുന്നു, പറയാൻ പറ്റുവല്ലാത്ത. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ കൊച്ചിയിലെയൊക്കെ പള്ളികൾ ഈ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചത്, അതായത് ഒരു 17-16 നൂറ്റാണ്ടിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് മട്ടാഞ്ചേരി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ, ഈ അന്നത്തെ ഒരു പ്രധാന വരുമാനം അടിമകളെ വിൽക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ 6 ദിവസവും പള്ളിയുടെ ഷെഡിൻ്റെ അകത്ത് അടിമകളെ കെട്ടിയിടുകയും 7-ാം ദിവസം ഈ അടിമകളെ മുഴുവൻ പുറത്തെടുത്തിട്ട് അവിടെ ആരാധന നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. പള്ളികളിൽ പരസ്യമായിട്ട് മനുഷ്യരെ ലേലം വിളിക്കുന്നത്, ഈ മുളന്തുരുത്തി പള്ളിയിലൊക്കെ വിളിച്ചിരിക്കുന്നതിൻ്റെയൊക്കെ തെളിവുകളൊക്കെ നമുക്ക്. അപ്പോൾ ഇമാതിരി ഒരു ജീവിതത്തിലുണ്ടായിരുന്ന ആളുകളായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താണ് ക്രിസ്തു, ബൈബിള്, എന്താണ് വിശ്വാസം എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ഐഡിയ അവരുടെ കുഴപ്പമാണെന്നുള്ളതല്ല. ആ ഒരു സൊസൈറ്റി അങ്ങനെയായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഒരു ജാതിയിലും ഇത്തരത്തിലുള്ള അനാചാരങ്ങളും വളരെ കൃത്യമായി പാലിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു. അപ്പോൾ ആ സമൂഹത്തിൻ്റെ മധ്യത്തിലേക്കാണ് മിഷണറി പ്രവർത്തകർ വരുന്നു. അവരുടെ പ്രവർത്തനങ്ങളുടെ ആദ്യം പ്രധാനപ്പെട്ട ഒരു മാറ്റം കേരളത്തിലെ മൊത്തം ആളുകളെ മാറ്റുന്നതും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയെ മൊത്തത്തിൽ അതിൻ്റെ ഉള്ളിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്നതും ബൈബിളിൻ്റെ പരിഭാഷയായിരുന്നു. അപ്പോൾ ഈ ബൈബിളിൻ്റെ പരിഭാഷ വന്നതോടുകൂടിയാണ് നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ജർമ്മൻ ഇതിൻ്റെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുമ്പോഴും ഈ റിനൈസൻസ് പോലുള്ളതിൻ്റെയൊക്കെ ഒരു തുടക്കം എന്ന നിലയിൽ നമ്മൾ ഇന്നും കോളേജുകളിൽ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ബൈബിളിൻ്റെ മാർട്ടിൻ ലൂതർ കിങ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് മൊത്തത്തിൽ വിപ്ലവത്തിന് കാരണമായി മാറുന്നത്. സയൻറ്റിഫിക് റവല്യൂഷൻ ഉൾപ്പെടെയുള്ളതിന് തിരികൊളുത്തുന്നത് ആ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷൻ തന്നെയാണ്. അപ്പോൾ അതേ രീതിക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിലും നമ്മൾ കാണുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് മർത്തോമ സഭയൊക്കെ ഉണ്ടായി വരുന്നതിൻ്റെ ഒരു പ്രധാന ഹിസ്റ്ററി ഈ ബൈബിളിൻ്റെ പരിഭാഷയിലൂടെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മൊത്തത്തിൽ സമഗ്രമായൊരു മാറ്റം വരുന്നു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഇവർ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രധാന വിഷയം തന്നെയായിരുന്നു ഈ വൈദ്യം എങ്ങനെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീസ്. അതായത് സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ മരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ രോഗങ്ങളുടെ കാരണം പ്രേതവും പിശാചും ഭൂതവും ഒന്നുമല്ല, മന്ത്രവാദിയെ കാണുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തുള്ളുകയും ചാടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ രോഗം മാറും എന്ന ഒരു സങ്കല്പമല്ല, രോഗത്തിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് എന്ന ഒരു പഠിപ്പിക്കലുകൾ മിഷണറിമാരുടെ സമയം മുതൽ തന്നെ വരുന്നു. അപ്പോൾ അവരാണ് ഇത് പ്രധാനമായും ആളുകളുടെ ഇടയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് ഒരു മാറ്റം കാണാൻ നമ്മൾ തുടങ്ങുന്നത് ഈ ആളുകളുടെ ജീവിതത്തിലും. അപ്പോൾ ഇവർ ചെയ്തൊരു രീതി, ഈ പറഞ്ഞ മിഷൻ സംഘങ്ങളെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ലണ്ടൻ മിഷൻ്റെ ആണെങ്കിലും CMS വളരെ കുറവാണ്, ബാസൽ മിഷണറിമാരും കുറേയധികം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സുവിശേഷ പ്രവർത്തകരുടെ ഒന്നാമത്തെ ഒരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എല്ലാ ഞായറാഴ്ചകളും, അപ്പോൾ സാമുവൽ മെറ്റീറിനെ പോലെയൊക്കെയുള്ള മിഷണറിമാരൊക്കെ വളരെ കൃത്യമായി എഴുതുന്നുണ്ട്. അപ്പോൾ ഈ ഞായറാഴ്ചകളിൽ അവർ ആളുകളോട് സുവിശേഷ പ്രസംഗം നടത്തുമ്പം ഈ ബൈബിളിലെ കാര്യങ്ങൾ മാത്രം അല്ല അവർ പറയുന്നത്. അപ്പോൾ അതിൽ കൃത്യമായി ഒരു നിശ്ചിത സമയം അവർ നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ എന്താണ് ഒരു രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് മരുന്ന് കഴിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ആരാധന മധ്യയിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്ക് അതായത് അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ആളുകൾക്ക് പല രീതിയിൽ ഒന്നും തന്നെ ഇന്ന് നമ്മൾ കാണുന്ന രീതിക്കുള്ളൊരു അവസ്ഥയോ അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു രീതിയിൽ ചിന്തിക്കാനേ നമുക്ക് സാധിക്കത്തില്ല. ഈ ഉദാഹരണം പറഞ്ഞാൽ
ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്ത് വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെയും ഒന്നാമത്തെ ഒരു ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകളെ എങ്ങനെ സദ്യ കഴിക്കാം, ചോറുണ്ണാൻ പഠിപ്പിക്കണം. ഇപ്പം നമ്മൾ വലിയ കാര്യത്തിൽ പറയും നമ്മുടെ എല്ലാം ഭക്ഷണം അരിയാഹാരമാണ്, സദ്യ ഉണ്ട്, ഓണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ എല്ലാ ഒരു ചിന്ത നമ്മളെല്ലാം നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യരാണെന്നുള്ളതാണ്. എന്നാൽ ചോറ് കഴിച്ച ആരും തന്നെ ഇല്ല, ചോറ് കഴിക്കാൻ അറിയാൻ മേലായിരുന്നു. ഇപ്പം നമ്മൾ SNDPയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ SNDPയുടെ ഹിസ്റ്ററിയിൽ അവർ ഒന്നാമത് വെച്ചിരിക്കുന്ന, അവരുടെ മിനിറ്റ്സിൽ അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നാമത്തെ പദ്ധതികളിൽ അല്ലെങ്കിൽ അവരുടെ ആദ്യ മീറ്റിങ്ങുകളിൽ അവർ രേഖപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു എങ്ങനെ ചോറുണ്ണാം എന്നുള്ളത്. കാര്യം അവർക്ക് ചോറിന് അറിയത്തില്ല, അവർക്കെന്നല്ല ആർക്കും അറിയത്തില്ല. കേരളത്തിലുള്ള മനുഷ്യരെ സംബന്ധിച്ച് സദ്യ പല സ്ഥലങ്ങളിൽ ഒരു ഇലയ്ക്കുള്ളിൽ കറികൾ നിരവധി വയ്ക്കുന്നു. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ ആരെങ്കിലും വിയറ്റ്നാമിലോ ചൈനയിലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണം നമുക്ക് വിളമ്പി തന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ അറിയത്തില്ല എങ്ങനെ കഴിക്കണമെന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ അതേ രീതിക്ക് തന്നെയായിരുന്നു നമ്മുടെ നാട്ടിൽ മനുഷ്യർക്ക് സദ്യ ഉണ്ണാൻ അറിയത്തില്ല. അല്ലെങ്കിൽ തുണി അലക്കുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ കുളിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഇവർക്ക് പഠിപ്പിക്കേണ്ടി വരുവാണ്. അപ്പോൾ അതുകൊണ്ടാണ് SNDP പോലുള്ള മൂവ്മെൻറ്റും അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാനെ പോലുള്ള ആളുകളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാലും അദ്ദേഹമൊക്കെ ഈ മാരാമൺ ആ പ്രദേശത്തേക്ക് ആളുകളെ ഈ തോട്ടിൽ കൊണ്ടുപോയി നിർത്തി എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിപ്പിക്കും, അല്ലെങ്കിൽ തുണി അലക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ കാര്യം ഇതെല്ലാം നിഷേധിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ നാട് മൊത്തത്തിൽ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ വളരെ അത്ഭുതം തോന്നും, ഈ എല്ലാവർക്കും അറിയാവുന്നൊരു ചിലപ്പം കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഈ നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു ഈ ആളുകൾക്ക് പശുവിനെയൊക്കെ വളർത്താം, പശുവിനെ ആടിനെയൊക്കെ വളർത്താം, പക്ഷേ അതിൻ്റെ പാല് കറന്ന് കുടിക്കാൻ പറ്റത്തില്ല. പാല് കറന്ന് കുടിച്ചാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഫൈൻ കൊടുക്കണം. അപ്പോൾ അത് ചുമ്മാ പറയുന്നതല്ല, പല തെളിവുകളും പല നിരവധി പുസ്തകങ്ങളും. ഇത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതായത് സ്വന്തമായിട്ടൊരു പശുവിനെ വളർത്തുന്നു, പശുവിനെ വളർത്തി പശു പ്രസവിച്ച് അതിൻ്റെ പാലാകുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല. പശുവിനെ ഒരു 7 മുതൽ താഴേക്ക് വരുന്ന ആളുകൾ പശു അവരുടെ വീട്ടിൽ പശു പ്രസവിച്ച് അതിന് പാലായി കഴിഞ്ഞാൽ ആ പശുവിനെ കൊണ്ട് സമീപ സമയത്തുള്ള ഒരു പ്രമാണിയുടെ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് അയാൾ ഒരു സദ്യ, ഒരു ഊണ് ഇവർക്ക് കൊടുക്കും. ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്വാഭാവികമായിട്ടുള്ള ആരാളായിരിക്കും അവിടെ കൊണ്ട് പശുവിനെ കൊടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു സദ്യ കൊടുക്കുന്നു, അത് കഴിച്ചിട്ട് ഇയാൾ തിരിച്ചു വരുന്നു. പിന്നെ പശുവിനെ കറന്ന് പശുവിൻ്റെ പാല് തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഇങ്ങേരെ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിയുമ്പം പശുവിനെ വീണ്ടും കിട്ടുന്നു. അന്നേരം ഇതുപോലെ തന്നെ ഒരു ഊണ് കൊടുത്തിട്ട് തിരിച്ച് പോരുകയാണ്. അപ്പം ഇത് 1960-കളായ സമയത്ത് ഈ ഒരു തണ്ണീർമുക്കം ബണ്ടിൻ്റെയൊക്കെ അടുത്തുള്ള ചേർത്തല തണ്ണീർമുക്കം ഭാഗത്തുള്ള കുറച്ച് ആളുകൾ, ഈഴവരായിട്ടുള്ള കുറച്ച് ആളുകൾ തന്നെയാണ്, ഒരു വൈദ്യനൊക്കെ ആയിട്ടുള്ള ഒരാൾ, ആ ഉഴുതുമേൽ കിട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ, ഉഴുതുമേൽ കിട്ടൻ. അപ്പോൾ ഇങ്ങേരും ഇത് അദ്ദേഹത്തിൻ്റെ കുറേ സുഹൃത്തുക്കളോട് തീരുമാനിച്ചു ഇനി ഈ പരിപാടി നടക്കത്തില്ല, ഇനി നമ്മൾ പശുവിനെ കറന്ന് നമ്മൾ തന്നെ പാല് കുടിക്കും. അപ്പോൾ അതിനു മുമ്പ് നിരവധി ഈഴവർ പാല് കുടിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ കിടക്കുന്നുണ്ട്. ഇപ്പം P. ഭാസ്കരൻ ഉണ്ണി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ്റെ 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഈഴവരുടെ പേര് ഉൾപ്പെടെയുണ്ട്, നമുക്ക് കിട്ടും. കുറേ ഇന്ന കാരണം ഇത്രേ ഉള്ളൂ, സ്വന്തം വീട്ടിലെ പശുവിനെ കറന്ന് പാല് കുടിച്ചതാണ് അവരെ പിടിച്ച് ജയിലിടുന്നത്, അല്ലെങ്കിൽ വലിയ തുക ഫൈൻ ഇടേണ്ടി വരും. അപ്പോൾ ഈ ഉഴുതുമേൽ കിട്ടനും ആളുകളോട് തീരുമാനിച്ചു ഇനി നമ്മൾ അങ്ങനെ കൊടുക്കത്തില്ല, നമുക്ക് തന്നെ പശുവിനെ കറന്ന് പാല് കുടിക്കണം. അപ്പോൾ അങ്ങനെ അവർ ആ പ്രദേശത്തുള്ള കുറേ പശുക്കളെയൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തു, എല്ലാം റെഡിയായി. പശു പ്രസവം എല്ലാം കഴിഞ്ഞു. അതിൻ്റെ പാല് വരുന്ന സമയത്ത് ഇവർ കാവൽ നിന്ന് ആ വീട്ടുകാരെ കൊണ്ട് തന്നെ കറന്ന് കുടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ള ആളുകൾ വന്ന് വഴക്കുണ്ടാക്കുന്നു. അങ്ങനെ അതൊരു അടിപിടി ബഹളമൊക്കെ ആയി മാറുന്നു. ഇവർ തിരിച്ചു തെല്ലുന്നു. എന്തായാലും 1960-കൾക്ക് ശേഷം, 65-ലാന്ന് തോന്നുന്നു, 65-ലായപ്പോഴാണ് തിരുവിതാംകൂർ സർക്കാർ ഒരു നിയമം ഇറക്കുന്നത്, ഇന്ന് മുതൽ പശുവിനെ കറന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പാല് കുടിക്കാം എന്നും പറഞ്ഞൊരു നിയമം വരുന്നു. അപ്പം ഈ തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു പ്രദേശം, അതായത് സ്വയം പ്രഖ്യാപിത ഹിന്ദു രാജ്യമെന്നാണ് ഈ തിരുവിതാംകൂറും കൊച്ചിയും അറിയപ്പെടുന്ന 2 പ്രദേശങ്ങൾ. മനുസ്മൃതി വെച്ച് തന്നെയാണ് അവിടെ ഭരണം നടത്തിയിരുന്നതാണ് ശങ്കുണ്ണിമേനോനെ പോലുള്ള ഹിസ്റ്റോറിയന്മാരൊക്കെ പറയുന്നത്. അപ്പം യാതൊരു മാറ്റവും ഇല്ല. അതായത് ഇവിടെ ഒരു പ്രൊഡക്ഷനോ മറ്റ് കാര്യങ്ങളോ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെയില്ല. ആകെ ഇവിടെ ഉള്ളത് ആളുകളെ ഭയങ്കരമായി ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ ഇന്ന് ടാക്സ് വ്യാപകമായ രീതിയിൽ പിരിക്കുകയും എന്നിട്ട് മുറജപ മഹോത്സവം എന്ന് പറഞ്ഞൊരു മഹോത്സവം, അതായത് ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ വിളിച്ച് സദ്യ കൊടുക്കുന്ന ഒരു പരിപാടി. ഇത് കുറേ ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളാണ്. അപ്പോൾ അതിന് വേണ്ട ഒരുക്കങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രവർത്തനവും, അതായത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഒരു റോഡ് പോലും നമ്മുടെ നാട്ടിലില്ലായിരുന്നു. ആദ്യമായിട്ട് ഇവിടെ ഒരു റോഡ് വരുന്നത് ടിപ്പു സുൽത്താൻ വരുന്ന സമയത്ത്, യുദ്ധം ചെയ്ത് വരുന്ന സമയത്താണ് ഈ തൃശ്ശൂർ വരെയുള്ളൊരു ഭാഗത്തൊക്കെയാണ് റോഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കാളവണ്ടി ഒന്നും തന്നെ ഇല്ല. അപ്പം അതായത് ഇന്ത്യയിൽ ബാക്കി എല്ലായിടത്തും റോഡുണ്ട്, കാളവണ്ടിയുണ്ട്, മറ്റു പല സംവിധാനങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഒന്നും തന്നെ ഇല്ല. അത്രയും, അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സൊസൈറ്റി ആയിട്ടാണ് സോഷ്യോളജിസ്റ്റുകളും ആന്ത്രോപോളജിസ്റ്റും, അതായത് ഒരടഞ്ഞ സാമൂഹ്യ ക്രമത്തിലുണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു.
ആ അടഞ്ഞ സാമൂഹ്യ ക്രമത്തിനുള്ളിൽ അടഞ്ഞ സാമൂഹ്യ ക്രമം മലയാളികളുടേതായിരുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ഇന്ത്യ ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ്, അതിനുള്ളിൽ ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നത് മലയാളികളായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ജാതിയും ജീവിതവും മൊത്തം അതേ രീതിക്കായിരുന്നു. ഇപ്പം നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടന നമ്മൾ പരിശോധിച്ചാൽ ബാക്കി എല്ലായിടത്തും ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, പിന്നെ ഔട്ട്കാസ്റ്റ് എന്നുള്ള രീതിയിൽ കുറേ ആളുകളും വരുവാണ്. അപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബ്രാഹ്മണർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 ലെയർ ഇല്ല, ക്ഷത്രിയരും ഇല്ല, വൈശ്യരും ഇല്ല. ശൂദ്രർ എന്ന് പറഞ്ഞാൽ നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് പിന്നെ ഉള്ളത്. പിന്നെ ഓരോ ജാതിയും 100,000 ഉപജാതികളായിട്ട് പിരിഞ്ഞിരിക്കും. ഇപ്പം നമ്പൂതിരിമാരെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വേദങ്ങൾ പഠിക്കാൻ അവകാശമുള്ള നമ്പൂതിരിമാരുണ്ട്, വേദങ്ങൾ പഠിക്കാൻ അവകാശമില്ലാത്ത നമ്പൂതിരിമാരുണ്ട്. തീണ്ടലുള്ള നായന്മാരുമുണ്ട്, തീണ്ടലില്ലാത്ത നായന്മാരുമുണ്ട്. അപ്പം ഓരോ ജാതിയും നിരവധി. ഇപ്പോൾ ഈഴവർ തന്നെ കുറേയധികം ഈഴവരായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്, സബ് കാസ്റ്റുകളായിട്ട്. പുലേര് തന്നെയുണ്ട്, 16 തരം പുലേര് വരുന്നു. പറയര് തന്നെയുണ്ട്, 10-20 പേര് വരുന്നു. തീയര് അതുപോലെ തന്നെ വരുന്നു. എല്ലാ ജാതികളും 100,000 പിരിഞ്ഞിരിക്കും. ഇവരെല്ലാം പരസ്പരം ഐത്തം പുലർത്തുകയും ചെയ്തിരുന്ന ഒരു രീതിയാണ്. ഇതെങ്ങും ഇന്ത്യയിൽ വേറെ എങ്ങും ഇല്ലായിരുന്നു. അപ്പോൾ അത്രത്തോളം നമുക്ക് സങ്കല്പിക്കുന്നതിന് അപ്പുറമായിട്ടുള്ള ഒരു ജീവിതക്രമം. ഇപ്പം ഇതിൻ്റെ ഒന്നും വലിയ കാര്യമില്ല, നമ്മളൊരു 5-6 നിയമങ്ങൾ മാത്രം പരിശോധിച്ചാൽ മതി നമ്മുടെ നാട് എത്രമാത്രം ഭയാനകരമായിരുന്നു എന്നുള്ളത്. അതായത് നിങ്ങൾക്ക് ഓർഡറുകളൊക്കെ, നിങ്ങൾക്ക് എന്നും ഒരു പശുവിനെ കറന്ന് പാല് കുടിക്കാം, നിങ്ങൾക്ക് ചെരുപ്പിടാം, നിങ്ങൾക്ക് കാത് കുത്താം, മൂക്ക് കുത്താം, നിങ്ങൾക്ക് മുടി വളർത്താം, നിങ്ങൾക്ക് ഓടിട്ട വീട്ടിൽ കിടക്കാം, നിങ്ങൾക്ക് റോഡിലൂടെ നടക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കൊട പിടിക്കാൻ അവകാശം. അതായത് ഒരു മനുഷ്യന് ഓരോ ദൈനംദിന ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം സാധനങ്ങളാണോ അതിനെ മുഴുവൻ നിഷേധിച്ചിരുന്ന ഒരു ഭരണക്രമമായിരുന്നു നമ്മുടെ നാടെന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു പ്രദേശത്തേക്കാണ് ആ ഒരു ഭീകരാവസ്ഥ മനസ്സിലാക്കിയെങ്കിലുള്ളൂ നമുക്ക് മിഷണറിമാരുടെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു എന്നുള്ളൊരു, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രാധാന്യം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം നൂറ്റാണ്ടുകളായിട്ട് ഈഴവർ നമ്മുടെ കടയിലുണ്ട്. അവർക്കിടയിൽ നിന്ന് ഒരു ശ്രീനാരായണ ഗുരു വരുന്നത് ഈ 19-ാം നൂറ്റാണ്ടിലാണ്. നൂറ്റാണ്ടുകളായിട്ട് ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തന്നെയായിരുന്നു കേരളത്തിൽ പുലേര് ജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്കിടയിൽ നിന്ന് ഒരു അയ്യങ്കാളി വരുന്നതും ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. നായന്മാരുടെ ലൈഫും അതുപോലത്തെ രീതിക്ക് തന്നെയായിരുന്നു. അവർക്കിടയിൽ നിന്ന് ഒരു ലീഡർ വരുന്നതും, അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ നിന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കുഴപ്പം പിടിച്ച ഇടത്തിലാണ് എന്നൊരു അറിവ് ആളുകൾക്കുണ്ടായി വരുന്ന ഈ 19-ാം നൂറ്റാണ്ടിൽ, അതേ മിഷണറിമാർ വരുന്ന സമയത്ത് തന്നെ. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വേറൊരു ഉദാഹരണം ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം സതി തന്നെ നമ്മൾ എടുക്കുക. അപ്പോൾ സതി എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഭാര്യ ആ ചിതയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. അതാണ് അവരുടെ ഒരു ഡ്യൂട്ടിയായിട്ട്. 19-ാം നൂറ്റാണ്ട് വരെ അതൊരു ശരിയായിരുന്നു കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ. അതൊരു കുഴപ്പമോ ഒരു സ്ത്രീ വിരുദ്ധമായിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമേ അല്ലായിരുന്നു. അത് വളരെ കൃത്യമായ ആളുകൾ ആചരിച്ച് പാലിച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു. അപ്പോൾ ഇതിനേക്കാണ് ഇവർ ഈ സനാതനധർമ്മം എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ ഈ സമീപ പറഞ്ഞ ഒരു വലിയ വിവാദമൊക്കെ ഈ ഇടയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇവർ പറയുന്നത് ഈ ഫിലോസഫിക്കകത്തൊരു പ്രധാനപ്പെട്ടൊരു സങ്കല്പമുണ്ട്, ഓണ്ടോളജി എന്ന് പറയും. അത് എക്സിസ്റ്റൻസിനെ കുറിച്ചാണ്. എന്താണ് എക്സിസ്റ്റൻസ് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ഈ ഓണ്ടോളജി. അപ്പം ഇവരുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണം, ഈ സനാതനധർമ്മം വാദികൾ പറയും ഇതേണ്ട ഭയങ്കര ഓണ്ടോളജിക്കലായിട്ടൊരു ചോദ്യമാണ്, ലോകത്തിലെങ്ങും ഇല്ലാത്ത ഒരു സിദ്ധാന്തമൊക്കെയാണിത്, ഒരു മതത്തിനും പറയാൻ പറ്റാത്തൊരു ഹൈലി ഫിലോസഫിക്കലായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ സനാതനധർമ്മം എന്നൊക്കെയാണ് ഇവരുടെ പറച്ചിൽ. അപ്പോൾ ഇവർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് സനാതനധർമ്മം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. അപ്പോൾ അതിൻ്റെ ഉത്തരം, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ അടുത്ത ചോദ്യം, ഞാൻ അമ്മയുടെ വയറ്റിലേക്ക് എങ്ങനെയാണ് വന്നത്? ഞാൻ അമ്മയുടെ വയറ്റിലേക്ക് വന്ന അച്ഛനിൽ നിന്നാണ് വന്നത്. അപ്പം ഞാൻ അച്ഛനിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? അടുത്ത ചോദ്യം വരുന്നു. ഞാൻ അച്ഛനിലേക്ക് ചെന്ന് അച്ഛൻ ഭക്ഷണം കഴിച്ചപ്പോൾ, ഭക്ഷണം ഒരു പഴം കഴിച്ചപ്പോഴത്തേനുമാണ് ഞാൻ അച്ഛനിലേക്ക് ചെന്നത്. അപ്പോൾ ഞാൻ പഴത്തിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പഴത്തിലേക്ക് ചെന്നത് ഒരു മരത്തിൽ നിന്നാണ് ഞാൻ ചെന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഞാൻ മരത്തിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ മരത്തിലേക്ക് ചെയ്യുന്നത് മരത്തിൻ്റെ വേരിലൂടെയാണ് ഞാൻ ചെന്നത്. അപ്പോൾ വേരിലേക്ക് ഞാൻ എങ്ങനെയാണ്? അപ്പോൾ വേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളവും ഭൂമിയിൽ നിൽക്കുന്ന മണ്ണിലുമാണ് നിൽക്കുന്നത്. അപ്പം മണ്ണും വെള്ളവും എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? പഞ്ചഭൂതങ്ങളാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവമാണ്. പഞ്ചഭൂതങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കണികയാണ് ഞാൻ. അപ്പോൾ ഞാനിങ്ങനെ പല രൂപങ്ങളും ഭാവങ്ങളും, മരമായും മണ്ണായും മനുഷ്യനായും ഇങ്ങനെ പല രൂപത്തിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ദൈവമാണ് എന്ന് പറയുന്നൊരു സങ്കല്പം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വളരെ രസകരമായിട്ട് തോന്നും. അപ്പോൾ ഇത് കിടപ്പ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു തോട്ടിയുടെ കുടുംബത്തിലാണ് ജനിക്കുന്നതെങ്കിൽ നിങ്ങൾ തോട്ടിപ്പണി, നിങ്ങൾ മലം തന്നെ വാരിക്കൊണ്ടിരിക്കണം, നിങ്ങൾ വേറൊരു പണിക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ മീൻ പിടിക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി മീൻ പിടിക്കുക, നിങ്ങൾ ദൈവത്തിൻ്റെ കണികയുള്ള മനുഷ്യനാണ്, നിങ്ങളുടെ തൊഴിൽ മീൻ പിടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ അടുത്ത ജന്മത്തിൽ അല്ലെങ്കിൽ വേറെ ഒരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണം, ആ കറക്കത്തിൽ നിങ്ങൾ ഈ ഒരു സ്റ്റേജിൽ മാത്രം മീൻ പിടിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ രൂപത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചെയ്യുന്ന തൊഴിലിനെ വളരെ ആധികാരികമായി ഉറപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കള്ള ഫിലോസഫിയാണ് ഇവരുടെ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിൽ ഇല്ലാതിരുന്നൊരു പ്രധാനപ്പെട്ട വാക്ക് തന്നെ ഇതായിരുന്നു, മനുഷ്യത്വം എന്ന് പറഞ്ഞ കാര്യമാണ്. മനുഷ്യൻ ഇല്ലായിരുന്നു,
നമ്മുടെ മുൻ ജന്മത്തിലെ പാപമോ പുണ്യമോ ആണ് നമ്മൾ ഇന്നത്തെ ഒരു രീതിയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം കാരണം ഇതാണെന്നൊക്കെ ഉള്ളൊരു രീതിയിൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പല രീതികൾ ഇവരുടെ എല്ലാവിധ ടെക്സ്റ്റുകൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തും. ഇവരുടെ ഈ ഒരു നെറ്റ്വർക്ക് എങ്ങനെയാണ്. ഇപ്പോൾ മനുസ്മൃതി പോലുള്ള ഒരു ടെക്സ്റ്റൊക്കെ അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേ രീതിക്ക് നോർത്തിൽ ചെയ്യുന്നത് അതേ രീതിക്ക് തന്നെ ഇവിടെയും പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ഓൺലൈനിലും അല്ലാതെയും പത്രവും പുസ്തകങ്ങളും വഴിയും പല രീതിയിലുള്ളൊരു കണക്ഷൻ നമുക്കുണ്ടെങ്കിലും അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൊരുത്തവും ഒക്കെ വളരെ നമ്മളെ അത്ഭുതപ്പെടുത്തും. നോർത്തിലുമൊക്കെ എങ്ങനെയാണോ അതേ രീതിക്ക് സൗത്ത് ഇന്ത്യയിലുമൊക്കെ നടക്കുന്ന ഒരു കാഴ്ചയൊക്കെയാണ്. അല്ലെങ്കിൽ ശൂദ്രന്മാരെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇവിടെയുള്ള ആളുകൾ വിശ്വസിക്കത്തില്ല. ഇപ്പോൾ ഒരു നായരെ സംബന്ധിച്ച് ഒരു നായർ വേദം കേട്ട് കഴിഞ്ഞാൽ അയാളുടെ ചെവിയിൽ ഉരുക്കി ഒഴിക്കണമെന്നാണ് ഗൗതമധർമ്മ സൂത്രത്തിനകത്ത് പറയുന്നത്. അപ്പോൾ പുരുഷ സൂക്തം പോലുള്ള ടെക്സ്റ്റുകൾ അങ്ങനെ, അതായത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ ഭരണഘടന എഴുതപ്പെടുന്നു. അപ്പോൾ വലിയൊരു സംഘം ആളുകൾ ചേർന്നിട്ടാണ്, അംബേദ്കർ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന ഒരു വലിയൊരു ടീമാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് ചില ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന വിമർശനം, ഇന്ത്യൻ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യക്കാർ അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇങ്ങനെ കടമെടുത്തിരിക്കുകയാണ്. നമ്മൾ എമർജൻസി ജർമ്മനിയിൽ നിന്ന് എടുത്തു, ജുഡീഷ്യൽ റിവ്യൂ അമേരിക്കയിൽ നിന്നോ ഓസ്ട്രേലിയയിൽ നിന്ന് എടുക്കുന്നു, അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ ഇംഗ്ലണ്ടിൽ നിന്ന് എടുത്തു. അങ്ങനെ പല സംഗതികൾ നമ്മൾ ലോകമെമ്പാടും നടന്ന പല സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ, പല സിദ്ധാന്തങ്ങളെ, പലതരം നിയമവ്യവസ്ഥകളെ അവിടുന്ന് എല്ലാം നമ്മൾ കടമെടുത്തിട്ടാണ് നമ്മുടെ ഭരണഘടന ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയും. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യം തന്നെ, തർക്കമൊന്നുമില്ല. നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കടമെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ഇന്ത്യൻ ഭരണഘടന ഇതിനെ സംബന്ധിച്ച് പഠനം നടന്ന ആളുകൾ പറഞ്ഞു, ഇന്ത്യൻ ഭരണഘടന ഒരു വരി പോലും കടമെടുത്തിട്ടില്ലാത്തത് ഇന്ത്യയിൽ എഴുതിയ ഒരു പുസ്തകത്തിൽ നിന്നുമാണ്. അത് ഇന്ത്യയിൽ എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ നിന്നും ഒരു വരി പോലും ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടില്ല. കാര്യം കടമെടുക്കാൻ പറ്റുന്ന ഒരു വരി പോലും അതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അതായത് മനുഷ്യനില്ലല്ലോ, മനുഷ്യന്മാർക്ക് വേണ്ടി എഴുതപ്പെട്ടാണ് ഭരണഘടന. അപ്പം മനുഷ്യർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു തുല്യത എന്നൊരു സങ്കല്പമേ ഇല്ലാതെ എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ഇന്ത്യയിലെ എല്ലാ പുസ്തകങ്ങളും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് ഈ ഭരണഘടനയോട് ഭയങ്കര വിയോജിപ്പുണ്ടതിൻ്റെ കാരണം, അവരുടെ വിശുദ്ധ പുസ്തകങ്ങളെന്ന് കരുതുന്നതിൻ്റെ അകത്ത് ഒരു വരി പോലും ഇതിനകത്ത് കടമെടുത്തില്ല. കാര്യം കടമെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അതിനകത്ത് ഇല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മനുഷ്യനെ വേറൊരു രീതിയിൽ വിരിഞ്ഞ് മുറുക്കി കെട്ടി വല്ലാത്ത രീതിയിൽ ജീവിപ്പിക്കുന്ന ഒരു സാമൂഹ്യ ക്രമമാണ് ഈ ജാതിയും ഇവരുടെ ഈ സനാതനധർമ്മം പോലുള്ള സംവിധാനം. അപ്പോൾ ഇതിൻ്റെ മാധ്യത്തിലേക്കാണ് ഈ കൊളോണിയലിസം എന്ന് പറയുന്ന സംവിധാനം വന്നു ചേരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഒരു നല്ല വശം സ്വാഭാവികമായിട്ടും ഏറ്റവും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാർ തന്നെയാണ് ആദ്യം കയ്യാളായി കൊണ്ടുപോകുന്നത്. അപ്പം ഈ ബംഗാളൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, നമ്മുടെ ഈ നവോത്ഥാന പ്രസ്ഥാനം എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ പഠിക്കുന്നതിൽ തുടക്കക്കാരനായിട്ട് നമ്മൾ കാണുന്നത് രാജാ റാം മോഹൻ റോയിയാണ് കാണുന്നത്. അപ്പോൾ റോയ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ വിഭാഗത്തിലെ ഏറ്റവും ഉയർന്ന പദവിയുള്ള വിഭാഗമാണ് റോയ് എന്ന് പറയുന്ന ബ്രാഹ്മണർ. പല പ്രശസ്ത ഇപ്പം പല ചരിത്ര ഇപ്പം കുങ്കും റോയ് എന്ന് പറഞ്ഞൊരു ഹിസ്റ്ററി ഇപ്പോൾ JNUവിലൊക്കെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ തീർത്ഥങ്കർ റോയ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ ഡയറക്ടറൊക്കെ ആയിട്ടുള്ള. അപ്പോൾ ഈ റോയ് എന്ന് പറയുന്നത് അവസാനിക്കുന്നത് ഈ ബ്രാഹ്മണരിലെ ഏറ്റവും ഉയർന്ന ബ്രാഹ്മണരാണ്. അപ്പം അവർക്കിടയിലാണ് ആദ്യം സതിക്കെതിരായിട്ടൊരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അവരാണ് വിദ്യാഭ്യാസം. അപ്പം ഈ സംഗതി സ്വാഭാവികമായിട്ടും മുകൾ തട്ടിൽ തന്നെയാണ് എപ്പോഴും നടക്കുന്നത്. അപ്പോൾ ഇതേ രീതിക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് മിഷണറിമാരും അവരുടെ വൈദ്യസഹായവും വന്നപ്പോഴത്തേനും ഇതിനെ ആദ്യം എടുത്ത് സ്വീകരിച്ചു വെച്ചത് നമ്മുടെ നാട്ടിലെ രാജകുടുംബങ്ങളായിരുന്നു എടുത്തു വെക്കുന്നത്. അപ്പോൾ രാജാക്കന്മാരുടെ കൊട്ടാരം ഫിസിഷ്യൻ എന്നുള്ളൊരു പൊസിഷൻ വരുന്നു. അപ്പോൾ അവിടെ രാജാക്കന്മാരെ അവരുടെ രോഗങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ അവരെ ചികിത്സിക്കുക എന്നുള്ളൊരു കാര്യമൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷെ അവിടെ ചികിത്സയ്ക്കൊക്കെ വന്നെങ്കിലും അവിടെ ഒരു രസകരമായ സംഭവം എന്ന് വെച്ചാൽ അവരെയും തൊടാതെയും പിടിക്കാതെയൊക്കെയാണ് അവിടെയും ചികിത്സ നടത്തുന്നത്. അപ്പോൾ ചില രാജാക്കന്മാർക്ക് ഭയങ്കര കൗതുകമൊക്കെ തോന്നുന്നു നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പുതിയ സംവിധാനങ്ങളോടൊക്കെ. അപ്പോൾ അങ്ങനെ 1830കളിലാണ് ഒരു തിരുവിതാംകൂറിലൊരു രാജാവിന് ഈ ഡോക്ടർമാരെയൊക്കെ കണ്ട് അവരുടെ ക്ലാസ്സുകളും പറച്ചിലുകളും എല്ലാം കേട്ട് അങ്ങനെ പുള്ളിക്ക് താല്പര്യം തോന്നുന്നു, ഒരു അനാട്ടമി പഠിച്ചാൽ കൊള്ളാം എന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ ഈ രാജാവ് ബ്രിട്ടീഷുകാരായിട്ടുള്ള ഫിസിഷ്യന്മാരോടൊക്കെ പറഞ്ഞു, ഇങ്ങനെ രാജകുമാരന് അനാട്ടമി പഠിക്കണം, അതിന് വേണ്ട സംവിധാനങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അനാട്ടമി പഠിക്കുന്നതിന് വേണ്ടി ബ്രിട്ടനിൽ നിന്ന് നേരെ ഒരു സ്കെൽട്ടൺ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ സ്കെൽട്ടൺ എത്തിച്ച് കഴിഞ്ഞു ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് കുഴപ്പം. കാര്യം ഒരു മനുഷ്യൻ്റെ ശരീരമാണ്, അപ്പോൾ അതേ തൊട്ട് പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ രാജകുമാരനെ തൊട്ട് കഴിഞ്ഞാൽ തീണ്ടലാവും. അപ്പോൾ എന്ത് ചെയ്തു, ഈ അസ്ഥികൂടത്തിൻ്റെ അതേ ഷേപ്പിൽ ആനക്കൊമ്പിലൊരു അസ്ഥികൂടം ഉണ്ടാക്കി വരും. മനുഷ്യൻ്റെ അതേ സ്കെൽട്ടൺ രീതിയിൽ ആനക്കൊമ്പ് കൊണ്ട് ഒരു അസ്ഥികൂടം ഉണ്ടാക്കിയിട്ട് അതിലാണ് പിന്നീട് രാജകുമാരൻ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. അത് നമ്മുടെ കൊട്ടാരത്തിൽ അല്ല ഈ എക്സിബിഷൻ അല്ല മ്യൂസിയത്തിലൊക്കെ അത് വെച്ചിട്ടൊക്കെ ഉണ്ട്, ഈ ആനക്കൊമ്പിൽ തീർത്ത അസ്ഥികൂടം. അപ്പോൾ ഇവർ അത് പഠിക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർ ചികിത്സയും ഈ ഡോക്ടർമാരിൽ നിന്ന് തന്നെയാണ് വാങ്ങുന്നത്. അവിടെയും ഒരു വലിയൊരു കുഴപ്പം തന്നെ കിടക്കുകയാണ്. ഇപ്പോൾ സാമുവൽ മെറ്റിൽ എന്ന് പറഞ്ഞ മിഷണറി ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ഒരു ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ളൊരു പ്രവർത്തകനാണ്.
അദ്ദേഹം നിരവധി ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്നും നമുക്ക് അക്കാദമികമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ ലഭ്യമാണ്. അതായത് ജയ സ്റ്റോർ പോലുള്ള അതൊക്കെ നോക്കിയാൽ അദ്ദേഹം എഴുതിയത്, അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ പരിഭാഷപ്പെടുത്തി മലയാളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂർ, ഗോസ്പൽ ഇൻ സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം, അദ്ദേഹം ചില സംഭവങ്ങൾ അദ്ദേഹം ആ ജീവിച്ചിരുന്ന സമയത്ത് തിരുവിതാംകൂറിൽ കണ്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നിടത്ത് അദ്ദേഹം ഒരു സംഭവം പറയുകയാണ്. ഒരു രാജകുമാരന് ഭയങ്കര പനി വന്നു. അപ്പോൾ പനി വന്ന് കൊട്ടാരം ഫിസിഷ്യനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം കൊട്ടാരം ഫിസിഷ്യൻ ആണെങ്കിൽ പുതുതായി ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്ക് ഇവിടുത്തെ ഈ ഇത്തരം കളികളൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പുള്ളിയോട് ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം രാജകുമാരൻ ഇങ്ങനെ ഒട്ടും വയ്യ എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ രാജകുമാരനെ ചികിത്സിക്കാൻ വേണ്ടി ഈ ഡോക്ടർ അങ്ങോട്ട് പോകണം. അപ്പോൾ ഡോക്ടറോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു കണ്ടീഷനുണ്ട്, രോഗിയെ തൊടാൻ പാടില്ല, അതായത് രാജകുമാരനെ തൊട്ട് ചികിത്സിക്കാൻ പാടില്ല. രണ്ട്, രാജകുമാരൻ്റെ അതായത് രോഗിയുടെ ഒരു നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നിങ്ങൾ ചികിത്സിക്കാവുള്ളൂ. അപ്പോൾ പുള്ളി ഓക്കെ എഗ്രി ചെയ്തു. മരുന്നെല്ലാം കൊടുത്തു. രാജകുമാരനോട് സംസാരിച്ചും പല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഡോക്ടർ മരുന്ന് കൊടുത്തു. ഈ വിദേശിയായിട്ടുള്ളത് മരുന്ന് കൊടുത്ത് അദ്ദേഹം ആ റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ പാറാവുകാരൊക്കെ ചുറ്റിനൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് ഒരു കൗതുകം. ഡോക്ടർമാർക്ക് മരുന്ന് കൊടുത്ത് എന്താ ഇത് വല്ലതും ആയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ടെമ്പറേച്ചറും നമുക്കറിയാമല്ലോ, നമ്മുടെ നെറ്റിലും അവിടെയൊക്കെ തൊട്ടൊക്കെ നോക്കിയൊക്കെയാണല്ലോ ഡോക്ടർമാർ ചികിത്സിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ പാറാവുകാരൊക്കെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ മാറി നിൽക്കുക. അപ്പോൾ ഈ ഡോക്ടർ പതിയെ എഴുന്നേറ്റ് നിന്ന് ഈ രാജകുമാരൻ്റെ നെറ്റിയിൽ കൈവച്ചൊന്ന് നാക്ക് നീട്ടാൻ പറയാം. ഇദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കൈവെക്കുകയും പാറാവുകാരെല്ലാം കൂടെ ചാടി വീണു. രാജകുമാരനെ തീണ്ടിയേ എന്നും പറഞ്ഞുകൊണ്ട് ചാടി വന്ന് ഈ ഡോക്ടർ നോക്കി നിൽക്കുക. ഈ രാജകുമാരൻ കിടക്കുന്ന കട്ടിലിൻ്റെ 4 കാലിലും ഇവർ പിടിച്ച് നേരെ പൊക്കിയെടുത്ത് കൊട്ടാരത്തിൻ്റെ കുളത്തിൽ കൊണ്ട് നേരെ മുക്കി അതേപടി പൊക്കിയെടുത്ത് നേരെ തിരിച്ചവിടെ കൊണ്ടുപോയി. അപ്പോൾ ഈ ഡോക്ടർ കണ്ട് അന്തം പിടിക്കും. അതായത് നനയാനേ പാടില്ല എന്ന് പറഞ്ഞ രോഗിയാണ്, വെള്ളം വീടരുതെന്ന് പറഞ്ഞ രോഗീനെ നേരെ കൊണ്ടുപോയി കുളത്തിൽ കൊണ്ട് മുക്കിയിട്ട് പുള്ളി ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്നതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഇതാണ്. അതായത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നൊരു പ്രധാന വിശ്വാസ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം അല്ലെങ്കിൽ എന്താണ് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പ്രശ്നങ്ങൾ, ഇതൊരു വലിയൊരു സംഘർഷത്തിൽ ആളുകൾ നിൽക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും വലിയൊരു സംഘർഷം ഇതായിരുന്നു. ഈ ആളുകൾ രോഗി ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറുടെ തൊട്ടടുത്താണ്, കസേരയിലാണ് നമ്മൾ ഇരുത്തുന്നത്. അപ്പം നേരത്തെ നമ്മളെ നെറ്റിലൊക്കെ ഡോക്ടർമാർ കൈവച്ച് നോക്കാറുണ്ട്. ഇപ്പം പിന്നെ നമുക്ക് മറ്റു പല സംവിധാനങ്ങളൊക്കെ വന്നുകൊണ്ട് എങ്കിൽ തന്നെയാണ് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുകയും ടെമ്പറേച്ചർ നോക്കുകയും അങ്ങനെ പല രീതിയിൽ ഒരു കൈ അകലത്തിലാണ് ഡോക്ടറും രോഗിയും ഇരിക്കുന്നത്. അപ്പോൾ ഇത് 100 വർഷം മുമ്പ് ആലോചിക്കാനേ പറ്റത്തില്ല. ഒരിക്കലും ഒരു രോഗിയും ഡോക്ടറും അടുത്തടുത്ത സ്ഥലങ്ങളിൽ ഒരിക്കലും വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ആളുകൾക്ക് പല ചിന്തകളുമുണ്ട്, ഈ മരുന്ന് കഴിച്ചാൽ എങ്ങനെയായിരിക്കും. അപ്പോൾ ആദ്യ സമയങ്ങളിലൊക്കെ ഈ നമുക്കറിയാം, നമ്മുടെ കോവിഡ് വാക്സിൻ ആദ്യം എടുത്ത് കാണിച്ചത് പ്രധാനമന്ത്രി നമ്മൾ എടുത്ത് കാണിച്ചത്. അത് ഇന്നാണെങ്കിലും 100 കൊല്ലം മുമ്പാണെങ്കിലും ഒരു മരുന്ന് വന്നു കഴിഞ്ഞാൽ അത് ആദ്യം സ്വാഭാവികമായിട്ടും ചെയ്ത് കാണിക്കുന്നത് രാജാക്കന്മാരായിരിക്കും ചെയ്ത് കാണിക്കുന്നത്. കാര്യം ഇത് മരുന്ന് ചെയ്തിട്ട് ഞാൻ ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ രാജകുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കും, ധൈര്യമുള്ള ഏതെങ്കിലും ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിരിക്കും മരുന്ന് ആദ്യം വാക്സിനേഷനൊക്കെ എടുത്ത് കാണിക്കുന്നത്. അപ്പം ഇവരെ ഇത് പഠിപ്പിക്കേണ്ടി വരുവാണ്, ആളുകളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പോൾ വാക്സിനേഷൻ വന്നപ്പോഴത്തേനുമാണ് വലിയ പ്രശ്നത്തിലേക്ക് മാറുന്നത്. വാക്സിനേഷൻ കണ്ടുപിടിച്ചു, വാക്സിനേഷൻ എടുക്കാൻ ആളുകളെയൊക്കെ പഠിപ്പിച്ച് അങ്ങനെ ചെയ്തു വരുന്നു. അന്നേരമാണ് വലിയൊരു കുഴപ്പത്തിലേക്ക് നമ്മുടെ സമൂഹം ചെല്ലുന്നത്. ഈ താഴ്ന്ന ജാതിക്കാർ ആര് വാക്സിനേഷൻ നടത്തും? ഇവരെ തൊടണമല്ലോ, ഇവരെ തൊട്ടിട്ട് വേണമല്ലോ ചികിത്സിക്കാൻ, അല്ലെങ്കിൽ വാക്സിനേഷൻ നടത്താൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഇവരാകെ കുഴപ്പത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഈ സാമുവൽ മെറ്റീർ ഈ തിരുവനന്തപുരത്ത് ഒരു സ്കൂൾ തുടങ്ങും. അപ്പോൾ ഇങ്ങേരെ ഒരു പ്രത്യേക സ്റ്റേജിൽ മിഷണറിമാർക്കിടയിലും ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇദ്ദേഹം ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട് ഒരു പറയാ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇദ്ദേഹത്തെ പുറത്താക്കുക, സാമുവൽ ചാൾസ് മീഡ് എന്ന് പറഞ്ഞൊരു മിഷണറീനെ. അപ്പോൾ ചാൾസ് മീഡ് മിഷൻ പ്രവർത്തനമൊക്കെ നിർത്തിയെങ്കിലും അദ്ദേഹം അവിടെ ഒരു സ്കൂളൊക്കെ തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കുകയും അങ്ങനെ സർക്കാരിൻ്റെ ചില പരിപാടികളൊക്കെ ചെയ്തൊക്കെ നിൽക്കുക. അപ്പോൾ ചില മറ്റു പല വിദേശികളായിട്ടുള്ള ആളുകളുടെ സഹായവും ആ സ്കൂളിനൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ അച്ചുകുത്ത് പരിപാടി, വാക്സിനേഷൻ വരുന്നു. അച്ചുകുത്താൻ പുലേരായിട്ടും പറയായിട്ടുള്ള ആളുകൾ ആരച്ചുകുത്തും എന്നൊരു പ്രശ്നം വരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്കൂളിൽ ഈ ചാൾസ് മീഡിൻ്റെ പള്ളിക്കൂടത്തിലെ ആളുകൾ അച്ചുകുത്താൻ പഠിപ്പിക്കുന്നു. അങ്ങനെ ഈ അച്ചുകുത്താൻ കയറിയ മനുഷ്യരാണ് കേരളത്തിൽ ആദ്യത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാകുന്ന പുലേരായിട്ടുള്ള ആളുകൾ വരും. അതായത് സർക്കാരിൻ്റെ പണം നേരിട്ട് കിട്ടുന്ന ആളുകൾ വരും. അപ്പോൾ താഴ്ന്ന ജാതിയിൽ നിന്നുള്ള ആളുകളെ തന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് കുത്തിക്കുക എന്നുള്ളൊരു രീതിയൊക്കെ പതിയെ നമ്മുടെ സമൂഹത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റിക്കാർ കുറേയും കൂടെ ഗൗരവമായിട്ടാണ് ഈ ഒരു വിഷയത്തെ എടുക്കുന്നത്. രോഗങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രശ്നം ആളുകൾക്കുണ്ടെന്നും അവർ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. സാധാരണ നമ്മൾ പൊതുയോഗങ്ങൾ അല്ലെങ്കിൽ ഈ സുവിശേഷ പ്രവർത്തകരുടെ
പബ്ലിക് മീറ്റിങ്ങുകൾ നമ്മൾ സുവിശേഷം മാത്രമാണ് പറയുന്നത്. അപ്പോൾ ലണ്ടൻ മിഷണറിമാരുടെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് കുറേ ഒരു വൈദ്യ മിഷൻ എന്ന് പറഞ്ഞൊരു രീതി വരുന്നു, മെഡിക്കൽ മിഷൻ വരുന്നുണ്ട്. അപ്പോൾ വൈദ്യ സുവിശേഷകർ എന്ന് പറയുന്ന വലിയൊരു സംഘം യുവാക്കളായിട്ടുള്ള ആളുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കെൽട്ടനെ അതുപോലെ മറ്റ് പല ലാബുമായി ബന്ധപ്പെട്ട് വരിക്കുന്ന സംഗതികളെല്ലാമായി ഈ മാർക്കറ്റിലും ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലത്തെല്ലാം പോയി ആദ്യം പോയി ഇവരൊരു പാട്ട് പാടുന്നു, ക്രൈസ്തവ ഗാനം പാടി ഭയങ്കര രസകരമായ രീതിയിൽ ചില കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതോടുകൂടി ആളൊക്കെ കുറേ കൂടെ കൂടി വരും. അപ്പോൾ ആൾ കൂടി കഴിയുമ്പോഴത്തേന് ഇവർ സുവിശേഷത്തെക്കുറിച്ച് ഒരക്ഷരം പറയത്തില്ല. ഇവർ പറയുന്നത്, ഈ മിഷണറിമാർ പറയുന്നത് രോഗങ്ങളെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ രോഗം വന്നാൽ എന്ത് ചെയ്യണം, നിങ്ങൾ കുളിക്കണം, നിങ്ങൾ വൃത്തിയാക്കണം, മുറിവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് കാണിക്കുകയും അപ്പോൾ ഈ സ്കെൽട്ടൻ്റെയൊക്കെ ചെറിയ ചെറിയ മാതൃകകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ അവർ പഠിച്ച ചില നോട്ടുകളുണ്ടായിരിക്കാം. കെമിസ്ട്രി പോലുള്ളതൊക്കെ നിർബന്ധമായിട്ടും പഠിക്കണമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രധാന ദൗത്യമായിട്ടാണ് മിഷണറിമാർ ഏറ്റെടുത്തത്. അതായത് സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമൂഹത്തിനെ ആരോഗ്യവാന്മാരാക്കുക എന്നൊരു നിരീക്ഷണവും കൂടെ മിഷണറിമാർ മുൻപോട്ട് പോകുക. അതായത് നമ്മൾ പോയി കേവലമായി ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം പറയുകയല്ല, നിങ്ങൾ ആ പ്രവർത്തിക്കുന്ന സൊസൈറ്റി എങ്ങനെ ആരോഗ്യമുള്ള മനുഷ്യന്മാരുണ്ടായിരിക്കണം. അത് മിഷണറിമാരോട് കൂടെ കൂടുന്നവരും ഉണ്ടായിരിക്കും, അല്ലാത്തവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഇവർ വ്യാപകമായി എല്ലാവിധ ഇടങ്ങളിലും പോയിന്ന് ഈ സുവിശേഷ പ്രവർത്തകർ പോയിന്ന് ഈ രോഗങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം ട്രാക്റ്റുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് തന്നെ അറിയാം. ഇപ്പം ട്രാക്റ്റുകളെക്കുറിച്ച് നിരവധി പഠനങ്ങൾ, ഇപ്പം പ്രത്യേകിച്ച് തമ്പിയുടെ ഹൃദയം പോലുള്ളതൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ്. ഈ ഇവരുടെ ട്രാക്റ്റുകൾക്കകത്ത് രോഗങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ സ്ത്രീകളുടെ ഒരു പ്രധാന കൂട്ടായ്മ ഉണ്ടായിരുന്നു, ഈ ബൈബിൾ വിമൺ എന്ന് പറയുന്നൊരു മൂവ്മെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ട്രാക്റ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെയാണ്, വയറിളക്കം വന്നാൽ എന്ത് ചെയ്യണം. അപ്പോൾ ഒടുക്കത്തിലൊക്കെ എന്തെങ്കിലും ഒരു ബൈബിളിലെ വാക്യം മാത്രം വെക്കും, ബാക്കിയെല്ലാം ഈ ഒരു രോഗം വന്ന ആളെ എങ്ങനെ നമ്മൾ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞ ലഘുലേഖകൾ നിരവധി ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരാളെ വിശ്വാസത്തിലേക്ക് എടുക്കുന്നതിൻ്റെ നിരവധി ട്രാക്റ്റുകൾ മിഷണറി പ്രവർത്തകർ ഇറക്കിയിരുന്നു. അതോടൊപ്പം തന്നെ രോഗം വന്നാൽ എന്താണ് ചെയ്യേണ്ടത്, വയറിളക്കം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രോഗം വന്നാൽ എന്ത് ചെയ്യണം, ഒരു മുറിവുണ്ടായാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, പാമ്പ് കടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇവരാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആരാധന മധ്യയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം 15-20 മിനിറ്റ് എല്ലാ ഞായറാഴ്ചകളിലും കൃത്യമായി രോഗത്തെക്കുറിച്ച് ആളുകളെ പഠിപ്പിക്കണം. എങ്ങനെയാണ് രോഗം വരുന്നത്, അതിനെ മാറ്റേണ്ടത് എങ്ങനെയാണ്, ഇത്തരം കാര്യങ്ങൾ ഇവർ ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകൾ കൂടി മിഷണറിമാർ ചില മരുന്നുകളൊക്കെ അവിടെ വെച്ചൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ ആളുകൾക്കെല്ലാം ഭയങ്കര പേടി. അപ്പോൾ ലഘുലേഖകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഇപ്പം ജോൺ ആപ്സ് എന്ന് പറഞ്ഞൊരു മിഷണറി ഉണ്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ 22 years in ട്രാവൻകൂർ എന്ന് പറഞ്ഞൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിലൊക്കെ അദ്ദേഹമൊക്കെ നേരിട്ട് പോകുന്ന ഈ മെഡിക്കൽ സിസ്റ്റമൊക്കെ ആയിട്ട്. അപ്പോൾ ആളൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അദ്ദേഹം എഴുതുകയാണ്, ആൾക്കാരെല്ലാം കൂടിയിട്ട് ഈ ട്രാക്റ്റും മരുന്നുകളും എല്ലാം ആയിട്ട് പോയിട്ട് ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട വിശ്വാസം, ഇത് തലേണയുടെ അടി വെച്ച് കിടന്നാൽ രോഗമെല്ലാം പോകുമെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാൻ പേടി ആളുകൾക്ക്. അപ്പോൾ ഈ മരുന്നിൻ്റെ പൊക്കത്ത് കിടന്ന് ഉറങ്ങിയ നമ്മുടെ രോഗം പോകും എന്നുള്ളതായിരുന്നു ആളുകൾ. പിന്നെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി ഇവർക്ക് പ്രശ്നമായി. പിന്നെ ചില മിഷണറിമാരെ വലിയ ആളുകളൊക്കെ വന്ന് ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണമെന്നൊക്കെ പറഞ്ഞ് ഈ വീടിനെ വെളിയിൽ നിർത്തിയിട്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഇത് പോകുമെന്ന് പറഞ്ഞ് പിശാചിനെ ഒന്ന് ശാസിച്ച് വിട്ടാൽ മതി എന്നൊക്കെ പറയുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതി പതിയെ ഉണ്ടായി വരികയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്നും ഈ ഇത്തരത്തിലുള്ള മന്ത്രവാദവും പല കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന മനുഷ്യന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അപ്പം 100 വർഷം മുമ്പ് ഇതിൻ്റെ അവസ്ഥ ഒരു അതിഭീകരമായിരിക്കും. രോഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാരണം വളരെ പെട്ടെന്ന് പിശാചിലേക്കും ഭൂതത്തിലേക്കും കൊണ്ടുപോവുകയും അതിന് വേണ്ട അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് അതിനൊരു മറുപടി എന്ന് പറഞ്ഞ് ഇന്ന് പത്രത്തിലും കിടപ്പുണ്ട്. ഇന്നത്തെ പത്രത്തിലും വളരെ ചെറുപ്പക്കാരായിട്ടുള്ള 2 പേര് ഈ ഒരു മന്ത്രവാദവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് 2 വർഷം മുമ്പാണ് നമ്മുടെ നാട്ടിൽ നരബലി നടക്കുന്നത് തന്നെ. പത്തനംതിട്ട ഇലന്തൂർ നടന്നതും ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പം ഇവർ ഈ ഒരു സൊസൈറ്റിയെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടായിരുന്നു, വലിയൊരു പ്രശ്നവും തന്നെയായിരുന്നു. ആളുകളെ അതായത് നിങ്ങളുടെ രോഗത്തിൻ്റെ കാരണം പിശാചും ഭൂതവും ഇമാതിരി സാധനങ്ങളല്ല, ഇതിന് മറ്റ് ചില വശങ്ങളുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങളുണ്ട് എന്ന ഒരു പഠിപ്പിക്കൽ വളരെ ഒരു പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പതിയെ തിരുവിതാംകൂർ മാറി വരുന്നു, കൊച്ചിയുമൊക്കെ മാറി വരുന്നു. ഇവിടെയാണ് ഡോസൻ എന്ന് പറയുന്ന ഒരു മിഷണറി, CMS മിഷൻ്റെ ഒരു മിഷണറി, അങ്ങനെയാണ് ആദ്യമായിട്ട് വന്ന് ഇവിടെ ചില ഹോസ്പിറ്റൽ സംവിധാനമൊക്കെ തുടങ്ങുന്നത്. പിന്നീട് 1948 സർക്കാരിനെയും കൂടെ കൊച്ചി രാജാവും കുടുംബമൊക്കെ കൂടുന്ന ഒരു സംവിധാനവും കൂടെ ചില സംവിധാനങ്ങൾ ചെയ്ത് ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യം വരുന്നു. അങ്ങനെ പതിയെ ആശുപത്രി കെട്ടിടങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരികയാണ്. അപ്പം ആ ഉണ്ടായി വരുന്നിടത്ത് ഇവർ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയാണ്. മിഷണറിമാരായിട്ടുള്ള ആളുകൾ സുവിശേഷ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഇവർ പല മേഖല, അതാണ് ഇവരുടെ ഒരു ഹിസ്റ്ററി നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ അടിമത്തം നിരോധിച്ചു കഴിഞ്ഞപ്പോഴത്തേനും
ഈ 1955 അടിമത്തം നിരോധിക്കുന്നത്. അടിമത്തം നിരോധിച്ച വാർത്ത അടിമകളാരും അറിയുന്നില്ല. അവർ പാടത്തും പറമ്പിലും എല്ലാം പണിതുകൊണ്ടൊക്കെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത ഇവരെ അറിയാതെ ഇവർ ഒരിക്കലും രക്ഷപ്പെടത്തില്ല, അല്ലെങ്കിൽ അവർ സ്വതന്ത്രരായി എന്നൊരു അറിവ് അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ മിഷണറിമാർ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിൽ ഈ CMSൽ ആളുകൾ ചെയ്തത് അവിടെയും ഒരു ലഘുലേഖ ഇവർ തയ്യാറാക്കുകയാണ്. അതായത് അടിമത്തം നിരോധിച്ചു എന്ന് പറഞ്ഞ് ഒരു ലഘുലേഖ തയ്യാറാക്കിയിട്ട് അത് ഈ പറഞ്ഞ പോലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് വിതറുകയും മറ്റു പല ഇതിനെക്കുറിച്ച് ഇങ്ങനെ നിരന്തരമായി നിയമത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ലണ്ടൻ മിഷൻ്റെ ആളുകൾ ചെയ്ത് വേറൊരു പദ്ധതിയാണ്. അവർ തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകൾ ചെയ്തത്, അവർ ഈ ഒരാശയം വരുന്നൊരു പാട്ട് അവരെഴുതി. അടിമവേല ഒഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു പാട്ട് ഇവർ എഴുതി. അതിന് തമിഴിലാണ് എഴുതുന്നത്. അപ്പോൾ ആ അടിമവേല ഒഴിഞ്ഞു, നമ്മുടെ അടിമത്തം നിരോധിച്ചു, ക്രിസ്തു നമ്മളെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു. പിന്നെ മിഷണറിമാരുടെ ഒരു ഹിസ്റ്ററിയൊക്കെ പറയുന്നൊരു പാട്ടാണ്. ഇന്നും അത് CSIയുടെ ക്രിസ്തീയ ഗീതങ്ങൾക്കകത്തുള്ളൊരു പാട്ടാണ്. അപ്പോൾ ആ പാട്ട് എഴുതിയിട്ട് ഇവർ ഈ ഓരോ കൃഷിയിടങ്ങളിൽ പോയി നിന്ന് പാടുകയാണ്. അതായത് സുവിശേഷ പ്രവർത്തകർ ഒരു പ്രധാനപ്പെട്ട പണി ഈ കാർഷിക മേഖലയിൽ പോയി ഈ ചെറിയ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ പോയി ഈ ആശയം, അതായത് അവർക്ക് അറിവുണ്ടാകുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അവർക്ക് വളരെ ഇൻഫർമേറ്റീവ് ആകുന്ന, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് ഒരു പുതിയ നിയമം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അവരിലേക്ക് അറിയിക്കുക എന്നുള്ളതായിരുന്നു ഈ സുവിശേഷ പ്രവർത്തകരുടെ ഒരു പ്രധാന ജോലി. അങ്ങനെ ഈ അടിമവേല ഒഴിഞ്ഞു നമ്മുടെ എന്ന് പറഞ്ഞ ഇത് അടിമവേല ഒഴിഞ്ചിത് എന്നും പറഞ്ഞ തമിഴിൽ ആദ്യം എഴുതുന്നത്. അത് പിന്നെ ഈ സാമുവൽ മെറ്റിയർ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുന്നു. അവിടുന്ന് പിന്നെ മോശവത്സലം ശാസ്ത്രികൾ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുന്നു. അങ്ങനെ അപ്പോൾ ഇങ്ങനെ പല രീതികളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ കേവലമായ ഞാൻ പറഞ്ഞു വരുന്നത് കേവലമായ അവരുടെ ഒരു പ്രധാനപ്പെട്ട രീതി ഈ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ബൈബിളുമായി അല്ലെങ്കിൽ കുറേ ആളുകൾ അവരുടെ കൂടെ കൂടിയ ആളുകൾക്കിടയിൽ മാത്രം പ്രവർത്തിക്കുക എന്നുള്ളത് അവരൊരിക്കലും ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട രീതി അല്ലെങ്കിൽ അവരുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്. അപ്പം ഇപ്പോൾ അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞു, ഇപ്പം A.F. പെയിൻറ്റർ എന്ന് പറഞ്ഞൊരു മിഷണറി ഈ CMS മിഷനിലെ ഒരു മിഷണറിയാണ്. അപ്പോൾ അദ്ദേഹം ഒക്കെ വലിയ, ഒന്നാമത്തെ കാര്യം ഇവരെല്ലാം വലിയ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സ്കോളേഴ്സുമാരാണ്, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകളാണ്, വലിയ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മനുഷ്യന്മാരാണ്. അവർക്കാർക്കും ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ബേക്കറിനെ പോലുള്ള ആളുകളൊക്കെ ഇംഗ്ലണ്ടിലൊക്കെ തന്നെ ഭയങ്കര പിടിപാടുള്ള ഒരു പ്രധാനപ്പെട്ട ഈ സുവോളജിയും ബോട്ടണിയും പോലുള്ള മേഖലയിലൊക്കെ നിരവധി അതിൻ്റെ ക്ലബ്ബുകളിലൊക്കെ അംഗങ്ങളായിട്ടുള്ള ആളുകളാണ്. അല്ലെങ്കിൽ മറ്റീറൊക്കെ ആണെങ്കിൽ നിരവധി ആർട്ടിക്കിളുകളൊക്കെ ഇന്നും ഈ 2025 നമ്മൾ ഇന്ന് പോയി സ്റ്റോറിനകത്ത് നോക്കി, അതായത് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ജേണലിനകത്ത് ഇന്നും ഈ സാമുവൽ മെറ്റീറിനെയൊക്കെ ലേഖനങ്ങൾ കിടപ്പുണ്ട്. അല്ലെങ്കിൽ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ ജനിച്ച മനുഷ്യന്മാരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെയാണ് ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് ചില പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നു. അപ്പം ഇവർ ഇങ്ങനത്തെ ഒരു രീതി, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ പെയിൻറ്ററിൻ്റെ കാര്യം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ A.F. പെയിൻറ്റർ, അതുപോലെ തന്നെ നമ്മൾ പള്ളിയിൽ കൂടിയ അല്ലെങ്കിൽ ഇവരുടെ കൂടെ കൂടിയ മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ലായിരുന്നു ഇവർ പ്രവർത്തിച്ചത്. ഇപ്പോൾ സാമുവൽ ഈ A.F. പെയിൻറ്റർ എന്ന് പറഞ്ഞ മിഷണറി, അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്താണ് വൈകുന്നേരങ്ങളിൽ മാർക്കറ്റുകൾ പരിശോധിച്ചപ്പോഴത്തേനും ഈ അന്നത്തെ കാലത്ത് ഈ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ അവർ വിൽക്കാൻ കൊണ്ടുവന്ന സാധനം നിലത്ത് വെച്ച് വിൽക്കാൻ അവകാശമില്ല. അതായത് ഇപ്പോൾ ഒരു വാഴക്കൊല വിൽക്കാൻ വന്നെങ്കിൽ വാഴക്കൊല ചുമന്ന് നിൽക്കണം, തലേ വെക്കണം. തലേ വെച്ചുകൊണ്ട് കുറേ മണിക്കൂറോളം, അല്ലെങ്കിൽ പുല്ല് വിൽക്കാൻ വരുന്നവരാണെങ്കിൽ പുല്ല് തലയിൽ ഇങ്ങനെ ചുമന്ന് നിൽക്കണം. അത് കുറേ മണിക്കൂറോളം അവർ നിൽക്കണം. നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് പൊല്യൂട്ടഡ് ആവും. അപ്പോൾ ആ ഒരു കാരണത്താൽ അല്ലെങ്കിൽ ഇവരെ ആരെങ്കിലും നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിടിച്ച് തല്ലും. അപ്പോൾ ഇതിങ്ങനെ ഈ പെയിൻറ്റർ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പെയിൻറ്റർ പോയി ഒരു നിയമം ഇതിനെതിരായിട്ട് വെക്കണം എന്നും പറഞ്ഞുകൊണ്ട് സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ചില നിരന്തരമായ കത്തുകൾ അയക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിയമം വരുന്നത്, നിങ്ങൾക്ക് ഇന്ന് നിലത്ത് സാധനം വെച്ച് വിൽക്കാം. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇത് ഒരിക്കലും ഈ കൺവേർട്ട് ചെയ്തിരിക്കുന്ന മനുഷ്യന്മാർ കച്ചവടത്തിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ആ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ആ പൊതുജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ റോഡിലൂടെ നടക്കുന്നതിൻ്റെ ഹിസ്റ്ററി പരിശോധിച്ചാലും അതേ രീതിക്ക് തന്നെയാണ്. വില്യം ലീ എന്ന് പറഞ്ഞ ഒരു ലണ്ടൻ മിഷൻ സൊസൈറ്റിയിലെ ഒരു മിഷണറി പ്രവർത്തകനെ ഉപദ്രവിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു നിയമം പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. എന്ന് വെച്ചാൽ റോഡ് എല്ലാവർക്കും തുറന്നു കൊടുത്തെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മാത്രമാണ്, അല്ലെങ്കിൽ മിഷണറിമാരോടെ കൂടിയവരാണെങ്കിൽ പോയത്. അല്ലെങ്കിൽ പള്ളിക്കൂടങ്ങളുടെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പം പൽപ്പൂൻ്റെയൊക്കെ ഹിസ്റ്ററി, നമ്മൾ SNDPയുടെ ഹിസ്റ്ററിക്ക് അത് ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് മിഷണറിമാരായിട്ടുള്ള ആളുകളൊക്കെയാണ്. ഇപ്പോൾ ഇവരുടെ പൽപ്പൂൻ്റെ ഫാദർ പപ്പു എന്ന പേരുള്ള വ്യക്തിയാണ്. അദ്ദേഹം തിരുവിതാംകൂറിൽ ഒരു എക്സാം എഴുതാൻ ആപ്ലിക്കേഷനെ കൊടുത്തത് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ റിജക്റ്റ് ചെയ്യുന്നു. ഈ ഈഴവനായിട്ടുള്ള കാരണമാണ്, പക്ഷേ അവർ ടെക്നിക്കൽ കാരണങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഇദ്ദേഹത്തെയും കുറേ ആളുകളെയും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഇവിടുത്തെ മിഷണറിമാരാണ്. അപ്പം പൽപ്പ് ഉൾപ്പെടെയുള്ള ആളുകളെ പഠിപ്പിക്കുന്നു. ഇവരുടെ ഒരു സഹോദരൻ പിന്നീട് മിഷൻ മെമ്പറൊക്കെ ആയി മാറി നിൽക്കുന്നു. ബാക്കി എല്ലാവരും തന്നെ അങ്ങനെ നിരവധി സ്കൂളുകൾ നമ്മൾ പരിശോധിച്ചു. ഇപ്പോൾ ബാസൽ മിഷൻ്റെ ചില പള്ളിക്കൂടങ്ങൾ, നായർ പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെയുള്ള നിരവധി സ്കൂളുകളെ, അല്ലെങ്കിൽ C. കേശവൻ്റെ ആത്മകഥ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഇത് നേരിട്ട് അനുഭവിച്ച മനുഷ്യരാണ്. അപ്പോൾ അവരതിനെ ഭയങ്കര കാര്യമായ രീതിയിൽ പറയുന്നുണ്ട്. അല്ലെങ്കിൽ C.V. കുഞ്ഞിരാമൻ്റെ ഒരു ജീവചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹമൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം
ഈ പള്ളിയും പള്ളിക്കൂടവും രണ്ടും കൂടെ ഒരു കെട്ടിടത്തിൽ നടന്നതിനകത്ത് നമ്മുടെ പ്രസംഗപീഠത്തിലൊക്കെ അവർ കുട്ടികൾ കയറി ഇന്ന് കളിക്കുന്നതിനെ കുറിച്ചുമൊക്കെ, അതായത് ക്ലാസ് ടൈമിലൊക്കെ അപ്പം അങ്ങനത്തെ കുറേ എക്സ്പീരിയൻസ് ഉള്ള കുറേ മനുഷ്യന്മാരെ നമ്മൾ കാണും. അപ്പോൾ ഇവരൊന്നും തന്നെ ക്രിസ്ത്യാനി ആയവരൊന്നുമല്ല. അല്ലെങ്കിൽ മിഷണറിമാർ അവരുടെ പള്ളിക്കൂടത്തിൽ വന്ന എല്ലാവരെയും കൂടെ ക്രിസ്ത്യാനി ആക്കുമായിരുന്നു. ഇന്ന് കേരളം എന്ന് പറയുന്നത് 100% ക്രിസ്ത്യാനികൾ മാത്രമുള്ളൊരു സ്ഥലമായി മാറിയാണ്. അപ്പം ഇവരെ സംബന്ധിച്ച് വിശ്വാസത്തിൽ വന്ന മനുഷ്യന്മാരെ മാത്രമാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകളുടെ കൺവേർഷൻ്റെ ഒരു ഹിസ്റ്ററിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം, ഈ അടിമത്തത്തിൽ നിന്നും അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ളൊരു മാർഗമായിരുന്നു ക്രിസ്തുമതം സ്വീകരണമെങ്കിൽ എല്ലാവരും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരാണ്, എല്ലാവരും ക്രിസ്ത്യാനിയാണ്. പക്ഷേ അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. അതിൽ വളരെ കൃത്യമായ ചില വിശ്വാസം തോന്നിയ, അതായത് ഒരു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു ടേമാണ് നമ്മൾ സോഷ്യൽ സയൻസിൽ ഉപയോഗിക്കുന്നത്. അവരുടെ മാനസികപരമായിട്ട് അവർക്ക് ഇതിനോടൊരു മാനസാന്തരം തോന്നിയ മനുഷ്യർ മാത്രമാണ് ക്രിസ്തുമതം സ്വീകരിച്ചു. ഒരു കുടുംബത്തിലെ 2 പേര് സഹോദരങ്ങളുണ്ടെങ്കിൽ അതിലൊരാൾക്കായിരിക്കാം ക്രിസ്തീയ വിശ്വാസത്തോട് താല്പര്യം, മറ്റേയാൾ താല്പര്യം തോന്നുന്നില്ല എന്ന് പറഞ്ഞ് പോയ നിരവധി തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു നാട്ടിൽ ഈ മിഷന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചും ഈ മറ്റു പല പഠിപ്പിക്കലുകളും ഇവർക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവർ ഈ വൈദ്യ സുവിശേഷ പ്രവർത്തകർ ഇങ്ങനെ വ്യാപകമായി വരുന്നു. അങ്ങനെ സ്വാഭാവികമായിട്ടും പതിയെ ഹോസ്പിറ്റലുകൾ എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് പതിയെ പ്രവേശിക്കുന്നു. അപ്പോൾ അന്നേരം വീണ്ടും അടുത്ത പ്രശ്നത്തിലേക്ക് വരുവാണ്. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നു. അവർക്ക് വേറൊരു ഷെഡൊക്കെ വെച്ച് വെളിയിൽ ചില മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു രീതി വരുന്നു. അവിടെയും ഇവർ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെ വന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററിയിൽ നടന്നതാണ്. ഈ കുണ്ടറയിൽ ഈ ലണ്ടൻ മിഷൻ സൊസൈറ്റി ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ കുണ്ടറയിൽ ഹോസ്പിറ്റലിലേക്ക് കൊട്ടാരക്കരയിൽ നിന്ന് വരെ ആളുകൾ അവിടെ ചെല്ലുകയാണ്. അപ്പോൾ കൊട്ടാരക്കര ആ പ്രദേശത്തു നിന്നെല്ലാം നിരവധി ആളുകൾ വരുന്ന സ്ഥിതിക്ക് ഒരു ഡോക്ടർ സാമുവൽ എന്ന് പറഞ്ഞൊരു മിഷണറി പ്രവർത്തകനായിരുന്നു അവിടെ ഈ ഹോസ്പിറ്റൽ നടത്തിക്കൊണ്ട്. അപ്പോൾ അവിടുന്ന് പല ഭാഗത്തു നിന്നും ആളുകൾ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരൊരു ബ്രാഞ്ച് എന്ന നിലയിൽ കൊട്ടാരക്കരയിലും ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഒരാളുടെ വീടാണ്, ഒരു സിറിയൻ ക്രിസ്ത്യനായിട്ടുള്ള ഒരാളുടെ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ് അവിടെയാണ് ഹോസ്പിറ്റലായിട്ട് നടത്തുന്നത്. അപ്പോൾ അവിടെ പല ആളുകളും വരുന്നു, പല ജാതിയിലും മതത്തിലും ഒക്കെ പെട്ട ആളുകളൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ ഡോക്ടർ സാമുവൽ അവിടെ പ്രവർത്തനം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സ്വാഭാവികമായിട്ടും അവിടെ ഈ കുറവ കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ട് ഉള്ളത് കൊട്ടാരക്കര പ്രദേശങ്ങളിൽ. അപ്പം സിദ്ധനർ എന്ന് പറയുന്ന ആൾ, അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയപ്പോഴത്തേനും ഭയങ്കര പ്രശ്നമാണ്. അവർ അയിത്ത ജാതിക്കാരാണ്, അവരെ കയറ്റിക്കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ടി ഒരു മാവിൻ്റെ ചുവട്ടിൽ ഈ വീടിനുള്ളിൽ ഉയർന്ന ജാതിക്കാർക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇവരെല്ലാം ചികിത്സിച്ചതിന് ശേഷം വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ മാവിൻ്റെ ചുവട്ടിൽ ഈ താഴ്ന്ന ജാതിക്കാർക്ക് വേണ്ടി ഈ ഡോക്ടർ ചെന്നിരിക്കുന്നു. ഡോക്ടർ അവരെല്ലാം ചികിത്സിക്കുന്നു, അങ്ങനെ വിടുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് 1990കളുടെ അവസാനമായപ്പോഴത്തേനും ഈ അവിടെ മലേറിയ ഇങ്ങനെ പടർന്ന് പിടിക്കുകയാണ്. അങ്ങനെ ആകപ്പാടെ കുഴപ്പമായി. അപ്പം വ്യാപകമായ ആളുകൾക്ക് ഇങ്ങനെ രോഗം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവരിൽ കുറേയധികം ആളുകൾക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് വരണം, ഡോക്ടർക്കും അതുപോലെ തന്നെ ചികിത്സിക്കേണ്ട ഒരു ആവശ്യം വരുന്നു. പക്ഷേ ഇവർ സംഘം ചേർന്ന് വരുന്നതുകൊണ്ട് ഈ റോഡ് മോശമാകും, പൊല്യൂട്ടഡ് ആകും എന്നും പറഞ്ഞുകൊണ്ട് ഈ സമീപ സ്ഥലത്തുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെല്ലാം കൂടി ഇവരെ, അതായത് ഒരു രോഗിക്ക് ഡോക്ടറെ കാണാൻ പോകാൻ പറ്റത്തില്ല, നിങ്ങൾ പോകുന്നത് ഞങ്ങളുടെ വീടിൻ്റെ മുമ്പിൽ കൂടെയാണ്, നിങ്ങൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടം അശുദ്ധിയാവും, എന്നാൽ കാണാതെ നിങ്ങൾ ഇതിൽ പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇവരെ തടയുന്നു. അങ്ങനെ ഒരു വലിയൊരു സംഘർഷം ഉണ്ടാകുന്നു. അങ്ങനെ ഈ വിവരം ഡോക്ടർ സാമുവേൽ അറിയുന്നു. അപ്പം ഡോക്ടർ സാമുവേലും കുറച്ച് സുവിശേഷ പ്രവർത്തകരോടെ കൂടി ഇവരൊരു ജാഥ നയിക്കും, ഒരു ആരോഗ്യ ജാഥ എന്ന പേരിൽ തന്നെ നയിക്കുന്നു. അപ്പോൾ ഇവരും ഈ ഡോക്ടറും ഈ സുവിശേഷ പ്രവർത്തകരും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട രോഗികളായിട്ടുള്ള ആളുകൾ കൊട്ടാരക്കരയിലൂടെ വലിയൊരു ജാഥ നയിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് ഇത് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നയിക്കുന്നത്. അത് പക്ഷേ ചെറിയ തോതിലുള്ള കടിയൊക്കെ നടന്ന് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറിയില്ല. പക്ഷേ ഈ ജാഥ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു തിരുവിതാംകൂറിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് സർക്കാരിലും ഈ ഹോസ്പിറ്റലിൽ ചില വാർഡുകൾ തുറന്നു കൊടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നു. അപ്പം അന്നത്തെ കാലത്ത് ഈ വൈദ്യന്മാരുടെ അടുത്തേക്ക് പോകുന്ന സമയത്താണെങ്കിലും ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരുടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അവരെങ്ങനെ ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് പോകും എന്നുള്ളതായിരുന്നു. അതായത് പല കടമ്പകൾ കടന്നു വേണം ഇവർക്ക് ചെല്ലാൻ. ഒരു ഡോക്ടറുടെ അടുത്താണെങ്കിലും ഒരു വൈദ്യൻ്റെ അടുത്താണെങ്കിലും പല ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ സാമുവൽ മെറ്റീരിയൽ എഴുതുന്നുണ്ട് നേറ്റീവ് ലൈഫ് ഇൻ ട്രാവൻകൂറിനകത്ത്. ഈ ഒരു സ്ത്രീ അവരുടെ കുഞ്ഞിന് ഒട്ടും തന്നെ വയ്യ. അപ്പം ആ കുഞ്ഞിനെ ഒരു ഡോക്ടറുടെ അടുത്ത്, ഒരു വൈദ്യൻ്റെ അടുത്ത് കാണിക്കാൻ വേണ്ടി അവർ രാവിലെ മുതൽ ഇറങ്ങിയതാണ്. അതായത് രോഗിയുമായി ഈ സ്ത്രീ നടക്കുന്നു. ഏതെങ്കിലും ഒരു ഉയർന്ന ജാതിക്കാരൻ വരുന്ന സമയത്ത് ഇവർക്ക് മാറി നിൽക്കണം.
അയാൾ പോയതിന് ശേഷമുള്ളൂ ഇവർക്ക് വെളിയിലേക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെയും യാത്ര തുടരുമ്പോൾ അടുത്ത ആൾ വരുമ്പം പിന്നെയും മാറി ഒളിച്ചിരിക്കണം. ചിലരെ കാണുമ്പോൾ പോയി ഒളിഞ്ഞു തന്നെ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ ചിലർ കല്ല് വെച്ചെറിയും, ഉപദ്രവിക്കും. അങ്ങനെ കുറേ സമയം അവരിങ്ങനെ യാത്ര ചെയ്യാൻ ശ്രമിച്ച് ഏറ്റവും ഒടുവിൽ മണിക്കൂറുകൾക്ക് ശേഷം അവിടെ എത്താൻ സാധിക്കാതെ വരികയും അങ്ങനെ കുട്ടി മരിച്ചു പോയതിനെക്കുറിച്ചും ഈ മറ്റ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റത്തില്ല. അതായത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് രോഗിയെ കൊണ്ട് പോവുകയാണെങ്കിൽ 100 വർഷം മുൻപ് ഒരു താഴ്ന്ന ജാതിക്കാരാണെങ്കിൽ രോഗിയെ കൊണ്ട് പോകുമ്പോൾ ഒരു ഉയർന്ന ജാതിക്കാരൻ വരുമ്പോൾ നമ്മൾ മാറി നിൽക്കണം. മാറി നിന്നതിന് ശേഷം മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിനെയൊക്കെ ഇവർ ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ എന്ത് തന്നെയായാലും ഹോസ്പിറ്റൽ സംവിധാനം വളരെ കാര്യമായ രീതിയിലേക്ക് വലിയ പരിണമിച്ച് വരികയാണ്. എങ്കിലും ഹോസ്പിറ്റൽ വാർഡുകൾ ഭയങ്കര രസകരമാണ്. ഇന്ന് നമ്മൾ വാർഡുകൾ കാണുന്നത് നമ്മുടെ രോഗങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഓങ്കോളജി, ഗൈനക്കോളജി എന്നൊക്കെ പറഞ്ഞ് ഓരോ വാർഡുകളും രോഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തിരിച്ചിരുന്നെങ്കിൽ ഒരു 1930-40കളിലൊക്കെ പോലും കേരളത്തിലെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നായന്മാരുടെ വാർഡ് കാണാം, നമ്പൂരിമാരുടെ വാർഡ് കാണാം, പുലയന്മാരുടെ വാർഡ് കാണാം, കുറവന്മാരുടെ വാർഡ് കാണാം. അപ്പോൾ ഇങ്ങനെ ജാതി പേരുള്ള, അതായത് നായർക്ക് എന്തെല്ലാം രോഗമുണ്ടോ ആ നായന്മാർ മുഴുവൻ അതിനകത്തായിരിക്കും, പുലയർക്ക് എന്തെല്ലാം രോഗമുണ്ടോ ആ പുലയരെല്ലാം ഇതിനകത്തായിരിക്കും. അപ്പോൾ അവിടെയും രസകരമായ അല്ലെങ്കിൽ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെയും ഉണ്ട്. ഈ സർക്കാർ ഹോസ്പിറ്റലിൽ ഈ പുലയരുടെ വാർഡുകൾ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരുടെ വാർഡുകൾക്ക് ഈ സർക്കാർ കൊടുത്തിരുന്ന പേരുകൾ പോലും മിഷണറിമാരുടെ പേരായിരുന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയാൻ മേലാത്തൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഇവിടെ പ്രവർത്തിച്ച പ്രധാന ഒരു മിഷണറി ഹെൻറി ബേക്കർ ജൂനിയർ എന്ന് പറഞ്ഞൊരു മിഷണറി, അദ്ദേഹം 1979-80 മരണപ്പെട്ട ഒരു മിഷണറിയാണ്. അപ്പം 1904-ലും 5-ലുമൊക്കെ തിരുവിതാംകൂറിൽ ഇപ്പം മുണ്ടക്കയത്തും കൊമരകത്തുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത സർക്കാർ ഡിസ്പെൻസറിക്ക് ഈ താഴ്ന്ന ജാതിക്കാരുടെ ഹോസ്പിറ്റലിന് ഇടുന്ന പേര് സർക്കാർ ഹോസ്പിറ്റലാണെന്ന് ഓർക്കണം. അല്ലാതെ നമ്മുടെ മിഷണറിമാരോ ക്രിസ്ത്യാനികളോ തുടങ്ങിയ ഹോസ്പിറ്റലുകളല്ല. സർക്കാർ ഹോസ്പിറ്റലിൽ ഇടുന്ന പേര് ഹെൻറി ബേക്കർ വാർഡ്, അല്ലെങ്കിൽ കൊമരകം എന്ന് പറഞ്ഞ സ്ഥലമുണ്ടായിരുന്നു. ആ കൊമരകത്തെ ഹോസ്പിറ്റലിലെ വാർഡിൻ്റെ പേര് കെയ്ലി വാർഡ് എന്ന് പറഞ്ഞൊരു ജോൺ കെയ്ലി എന്ന് പറഞ്ഞൊരു മിഷണറി ഉണ്ടായിരുന്നു. അപ്പം ഇവരുടെയൊക്കെ പേര് വെറുതെ അങ്ങിടാൻ പറ്റത്തില്ലല്ലോ. അതായത് സർക്കാർ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധാരണ സങ്കല്പത്തെ സംബന്ധിച്ച് ഒരു വിദേശിയായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുവിശേഷ പ്രവർത്തനത്തിന് വന്ന പേര് മാത്രം അല്ലെങ്കിൽ അങ്ങനത്തെ ലേബലിൽ മാത്രം മുദ്ര കുത്തപ്പെട്ടിരിക്കുന്ന ആളുകളായിട്ടാണ് നമ്മൾ ഈ മിഷണറിമാരെ കാണുന്നത്. പക്ഷേ നമ്മളതിൻ്റെ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും ഇവരെ സർക്കാർ സംവിധാനത്തിലും പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരതിനപ്പുറമായിട്ട് അതിജീവിച്ച കുറേ മനുഷ്യരാണ്. അതല്ലെങ്കിൽ ഈ ബേക്കറിൻ്റെയും കെയ്ലിയുടെയും ഒന്നും പേര് സർക്കാർ ഹോസ്പിറ്റലിൽ ഇടേണ്ട ആവശ്യമില്ല, ഹോസ്പിറ്റലിലെ വാർഡുകൾക്ക് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ അത്രത്തോളം അവർ ഇടപെട്ടിട്ടുള്ളതുകൊണ്ടാണ് അവരുടെ പേരുകൾ, അല്ലെങ്കിൽ അവരെല്ലാ ജനങ്ങൾക്കും വേണ്ടി കൃത്യമായ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഇവർ ആളുകളെ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, നമ്മൾ സുവിശേഷ പ്രവർത്തകർക്ക് വളരെ കർശനമായി മെഡിക്കൽ സിസ്റ്റത്തെക്കുറിച്ചുള്ള ഒരു അറിവ് നിർബന്ധമായി പഠിപ്പിക്കുന്ന ശ്രമങ്ങൾ, ലഘുലേഖകൾ കൊടുക്കുക, സ്ത്രീകളെയും കുട്ടികളെയും ഒരേപോലെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് വ്യാപകമായി കേരളത്തിൽ പ്രചരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് കേരളം ഒരു പ്രത്യേക രീതിയിൽ വികസിച്ച് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന നിലയിൽ നമ്മുടെ ഒരു ആരോഗ്യം, പൊതുജന ആരോഗ്യത്തെക്കുറിച്ചുള്ളൊരു സങ്കല്പം അതാര് എന്നുള്ളൊരു പ്രധാന ചോദ്യമായിരുന്നു. ഈ പല പണ്ഡിതന്മാർ, ഇപ്പോൾ റോബിൻ ജെഫ്രിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ കോജി കവാഷിമ എന്ന് പറയുന്നൊരു പ്രധാനപ്പെട്ട പണ്ഡിതനുണ്ട്. അവരൊക്കെ വിദേശത്ത് നിന്ന് വന്ന് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിനെക്കുറിച്ചുള്ള വൈദ്യത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണം നടത്തിയ ഗവേഷകരാണ്. അപ്പോൾ അവരുടെയൊക്കെ മിഷണറിമാരെക്കുറിച്ചുള്ള രേഖകൾ വെച്ച് മാത്രമാണ് അവർ പഠിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അയാളൊരു കേരളത്തിൽ ജനിച്ച ഒരു മലയാളി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന സഭയിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന മതത്തിൽപ്പെട്ട ഒരാളാണ് എന്ന ഒരു ന്യായീകരണം അവിടെ സാധ്യമല്ല. ഇപ്പോൾ കോജി കവാഷിമ അദ്ദേഹം വേണ്ട ജപ്പാൻകാരനാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിലെ ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അപ്പോൾ അദ്ദേഹം എടുത്തത് നമ്മുടെ മിഷണറി പ്രവർത്തനത്തെക്കുറിച്ചുള്ളൊരു പഠനം ചെയ്യുന്നു. അല്ലെങ്കിൽ റോബിൻ ജെഫ്രി എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിയാണ്, നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്നൊക്കെ പറഞ്ഞ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇവരുടെയൊക്കെ വർക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ, കാര്യം നമ്മൾ എന്ത് അളവ് പോലും വെച്ച് ആര് കേരളത്തിൻ്റെ ഒരു ചരിത്രം പഠിച്ചാൽ നമുക്ക് ഇവരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എഴുതാൻ സാധിക്കത്തില്ല. അപ്പോൾ അത്രത്തോളം വളരെ ശക്തമായ സാന്നിധ്യമാണ് മിഷണറിമാരുടെ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ ഒരു പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ചരിത്രമെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അതുപോലെ തന്നെ പല രീതിയിൽ പുസ്തകങ്ങളും ലഘുലേഖകളും കാര്യങ്ങളുമൊക്കെ എഴുതുന്നു, ആളുകളെ പഠിപ്പിക്കുന്നു, ആളുകളെ പല രീതിയിൽ ബോധവാന്മാരാക്കുന്നു. ഞായറാഴ്ചകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോൾ, കൊച്ചി ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേ രീതിക്ക് തന്നെ വരുന്നു. ബാസൽ മിഷൻ്റെയും ഒരു പ്രധാനപ്പെട്ട മേഖല അത് തന്നെയായിരുന്നു. അവർ ചെയ്യുന്നത്, അവർക്ക് ഈ പറഞ്ഞ കാര്യമായ രീതിയിൽ മെഡിക്കൽ ഫീൽഡിലേക്ക് അവർ വരുന്നില്ല. അവിടെ ഒരു 1980-കളിൽ 82-ൽ കൃത്യം പറഞ്ഞാൽ ഒരു കടക്കുന്ന സമയത്ത് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നു. വള്ളത്തിൽ കുറേയധികം ആളുകൾ കയറുന്നു. അങ്ങനെ ആ വള്ളം മുങ്ങുകയാണ്. അപ്പോൾ ആ വള്ളം മുങ്ങിയ സമയത്ത് കുറച്ച് പേര് മരണപ്പെടുന്നു, കുറേയധികം ആളുകൾ വല്ലാത്തൊരു
അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് ഒച്ചപ്പാടും ബഹളമെല്ലാം കേട്ട് ചില മിഷണറിമാർ, ബാസൽ മിഷനിലെ മിഷണറി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഓടി വന്ന് നോക്കുന്നു. അവർ നിസ്സഹായരായി നിൽക്കുകയാണ്. അവർക്കും ഇത്തരത്തിലുള്ള ചില പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാം എന്നതിനപ്പുറമായി വളരെ കൃത്യമായ ചില വൈദ്യസഹായം എത്തിക്കുന്നതിന് അവർക്കും സാധിക്കാതെ വരികയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വെച്ചൊരു മിഷണറി തീരുമാനിക്കുകയാണ്, ഈ മെഡിസിൻ പോയി പഠിക്കുക എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ അദ്ദേഹം കോഴിക്കോട് പോവുകയാണ്. പോയി ഈ മെഡിക്കൽ പ്രാക്ടീസും പഠനവും എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് മലബാറിൽ വന്നിട്ട് ഈ ആളുകൾക്ക് ചികിത്സിക്കുന്ന സംവിധാനങ്ങളും ഹോസ്പിറ്റലുകളും ഇവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് അവരുടെ അനുഭവത്തിൽ നിന്ന് അവർ കൃത്യമായി ജനങ്ങളോട് എങ്ങനെ മനുഷ്യരെ ചേർത്ത് പിടിക്കാം, ഏറ്റവും മോശമായിട്ടുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ സംരക്ഷണം നൽകാം, അവരോടുകൂടെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള നിരവധി തെളിവുകളാണ് മിഷണറിമാരുടെ ലൈഫുകളിൽ നമ്മൾ എവിടെ പരിശോധിച്ചാൽ. അപ്പോൾ ഈ ഒരു ഹിസ്റ്ററി നമ്മൾ പറയേണ്ട ഒരു ആവശ്യമുണ്ട്. നമ്മളെ സംബന്ധിച്ച് രണ്ട് രീതിയിൽ. ഒന്ന്, ക്രിസ്തീയ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ച് ആവശ്യമുണ്ട്. ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ആധുനിക ഭരണഘടനയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വസിക്കുന്ന വ്യക്തികൾ എന്ന നിലയിലും നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ ഇന്നത്തെ ഇവരുടെ ഒരു പ്രധാന രീതി, പ്രത്യേകിച്ച് RSSൻ്റെയും മറ്റു പല സംഘപരിവാർ ആളുകളും ചില യുക്തിവാദി സംഘങ്ങളുമൊക്കെ ചില ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടും ഇവരാരും എന്തൊക്കെയോ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി വന്ന മനുഷ്യരാണ് എന്ന ഒരു നിരീക്ഷണമാണ് അവർ വെക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ചരിത്രത്തിൻ്റെ തെളിവുകൾ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് ഒരിക്കലും നമ്മളെ കുളിക്കാൻ പഠിപ്പിച്ചതും ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചതും വൃത്തിയെക്കുറിച്ചുള്ളൊരു സങ്കല്പവും ഉണ്ടാക്കിയതും എല്ലാം അതിന് ചില വിമർശനങ്ങൾ ചില ആളുകളൊക്കെ മുൻപോട്ട് വെക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഒരു വിക്ടോറിയൻ മൊറാലിറ്റി എന്നൊക്കെ ഉള്ളൊരു നിരീക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ മനുഷ്യരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് രോഗങ്ങളെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ വൈദ്യസഹായം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പം കണ്ണൻമൂല ഭാഗത്തുള്ള തിരുവനന്തപുരം കണ്ണൻമൂലയ്ക്ക് അടുത്തുള്ള ആളുകളൊക്കെ അവർ ഒരു നിവേദനം കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അവിടുത്തെ പുലയ വിഭാഗത്തിൽപ്പെട്ട കുറേ അധികം ആളുകളാണ് അവർ നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് അവിടെ ഒരു വാർഡ് തന്നെ തുടങ്ങുന്നത്. പിന്നീട് നമ്മൾ അയ്യങ്കാളിയുടെ ഒരു സാന്നിധ്യമൊക്കെ കാണുന്നത്. അയ്യങ്കാളിയുമൊക്കെ പല രീതിയിൽ, പ്രത്യേകിച്ച് മാനസിക രോഗികളായിട്ടുള്ള താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവരെ ആരും സ്വീകരിക്കാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ ഇടപെടണം എന്നൊക്കെ പറഞ്ഞ് അയ്യങ്കാളിയുമൊക്കെ ചില നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഒരു രോഗത്തെക്കുറിച്ചും നമ്മുടെ ഒരു മാറ്റത്തെക്കുറിച്ചുമൊക്കെ ഉള്ളൊരു സങ്കല്പം വളരെ ശക്തമായ രീതിയിൽ വരികയും മിഷണറിമാരുടെ ഒരു പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് അതിന്. അപ്പോൾ അതിനെ നമ്മൾ ഓർക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ വീണ്ടും വീണ്ടും പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ പള്ളികളുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ചാൽ സുവിശേഷ പ്രവർത്തനത്തിനോടൊപ്പം ഇത്തരത്തിലുള്ള അന്നത്തെ സമകാലിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള അറിവും നമ്മുടെ സഭകളിൽ നിന്ന് പൊതുജനങ്ങൾക്ക് കൊടുത്തിരുന്നു മിഷണറിമാരും അന്നത്തെ സുവിശേഷ പ്രവർത്തനം. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് എവിടെയോ വെച്ച് ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ചില ശ്രമങ്ങളൊക്കെയാണ് നമ്മൾ വീണ്ടും നടത്തുന്നു പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.